السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر. لا تنسني إذ ذاك في تلك الضرر. قد جئت بابك راجيا نيل الظفر. بنوالكم يا مصطفى لا ينكسر. قلبي بعودي خائبا مع من خسر. لو جاء إلى الكرماء من يشكو العسر. بالافتقار فلا يعود بلا يسر. هل من كريم مثلكم في من غبر، أو من يجي لا وحق المقتدر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റജബ് മാസത്തിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മഹത്തായ ഇൽമിന്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഇരുലോകത്തും ഉപകരിക്കുന്ന സുഹൃതമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാമുമായി നന്മകളുമായി ബന്ധപ്പെട്ട് ജീവിച്ച കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളുടെ ഹദറത്തിലേക്കും ഈ സദസ്സിന്റെ ബറക്കത്തുകൾ അല്ലാഹു തആല എത്തിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സാദാത്തുക്കൾ, സ്നേഹജനങ്ങൾ എല്ലാ ആളുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ഏറ്റവും കൂടുതൽ
ബഹുമാനം നൽകുന്ന വിഭാഗമാണ് യുവാക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃതങ്ങൾക്ക് സൗകര്യം തരുന്ന, നല്ല ആരോഗ്യം തരുന്ന കാലവും യുവത്വകാലമാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ദീന് ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ കൂടുതൽ അധ്വാനിക്കേണ്ട പ്രായവും അതാണ്. പരിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ പ്രവർത്തിച്ച് ജീവിക്കുന്ന മുഴുവൻ യുവാക്കൾക്കും യുവതികൾക്കും വലിയ സന്തോഷമാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും നാം എല്ലാവരും ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്ത് നമ്മെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം, അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന് ദീന് ഒഴിവാക്കാനും ദീനിൽ നിന്ന് രാജിയാകാനും കൽപ്പിക്കുന്ന ആളുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, അതിനുവേണ്ടി അത്രയും നിർബന്ധിച്ച രാജാവിൽ നിന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നാടും വീടും വെടിഞ്ഞ് ബഹുദൂരം സഞ്ചരിച്ച 7 യുവാക്കൾ, ചെറുപ്പക്കാർ, അവർക്ക് വലിയ ബഹുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അവരെ വിശ്വാസവും കഠിനാധ്വാനവും അല്ലാഹു തആല സ്വീകരിച്ചപ്പോൾ വലിയ കറാമത്ത് നൽകി യുവത്വത്തിൽ തന്നെ അല്ലാഹു തആല അവരെ ആദരിച്ചു. അത് യുവത്വ സമയത്തുള്ള ഇബാദത്തിനും തഖ്വക്കും അല്ലാഹു തആല നൽകുന്ന ഒരു ബഹുമാനമാണ്. യുവത്വം അല്ലാഹുവിന്റെ മാർഗത്തിലായി കിട്ടിയാൽ വാർദ്ധക്യവും അതിനു മുമ്പുള്ള കാലവും സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും എളുപ്പമാണ്. പാരത്രിക ലോകത്ത് ആയുഷ്കാലങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായും ചോദ്യം വരുന്നൊരു കാലമാണ് യുവത്വകാലം. കൗമാരമോ ബാല്യമോ ചോദ്യത്തിന് അല്ലാഹു തആല മുന്നോട്ട് വെക്കുന്നില്ല. പക്ഷേ യുവത്വകാലത്തെ പറ്റി പ്രത്യേകം ഒരു ചോദ്യമുണ്ട്. വയസ്സ് പറഞ്ഞാൽ 15 മുതൽ 40 വയസ്സ് വരെയുള്ള നല്ല ആരോഗ്യം ത്രസിക്കുന്ന ആ ഒരു കാലം, ആഖിറത്തിന് വേണ്ടി എന്തും കൊയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭാഗ്യമുള്ള സുവർണാവസരമാണ്. ബാധ്യതകൾ കൂടുതൽ പെരടിയിൽ വരുന്നതിന് മുമ്പ്, ഭാരിച്ച ചെലവുകൾ വരുന്നതിന് മുമ്പ് നല്ലോണം ഒരുങ്ങാൻ പറ്റുന്ന ആ ഒരു പ്രായം അള്ളാഹുവിന്റെ മാർഗത്തിലായി, പൊരുത്തത്തിലായി തീർക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷമാണ്, ബഹുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ 7 യുവാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിലായി വിശ്വാസം ഊട്ടിയുറപ്പിച്ച് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളോട് രാജിയായി വീണ്ടും ആ കാര്യങ്ങളിലേക്ക് അവരെ നിർബന്ധിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഒറ്റക്കെട്ടായി ഉറച്ച മനസ്സോടെ അവരെല്ലാവരും തീർപ്പ് കൽപ്പിച്ചു പറഞ്ഞു. അവരെ വാക്കുപോലും അല്ലാഹു തആല എടുത്തു പറഞ്ഞു. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. നമ്മൾ അവരെ മനസ്സിന് വലിയ ബന്ധവും ഉറപ്പും നൽകി. സധൈര്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന റബ്ബ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്, അല്ലാഹുവാണ്. ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹ, അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിനെ കൂടാതെ ഒന്നിനെയും നമ്മൾ ആരാധിക്കുകയില്ല എന്നവർ തീർപ്പ് കൽപ്പിച്ചു പറഞ്ഞു. സത്യം തുറന്നു പറഞ്ഞു.
ധർമ്മം സ്വീകരിച്ചുകൊണ്ട് അത് തുറന്നു പറഞ്ഞു. കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും അവരെ നിർബന്ധിക്കുന്നതിന് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ മുഴുവനും അള്ളാഹു നിഷിദ്ധമാക്കിയ ആഘോഷങ്ങളായിരുന്നു. ആ ആഘോഷങ്ങളിൽ ചേരാനും പങ്കെടുക്കാനും നിർബന്ധിപ്പിക്കപ്പെട്ട ഈ യുവസമൂഹം അതിൽ നിന്ന് മാറി അവരെ വിശ്വാസവും മനസ്സും ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീന് സംരക്ഷിക്കുന്നതിന് വേണ്ടി നാട് വിട്ടുപോയപ്പോൾ അവരെ ശരീരത്തിന്, അവരെ വിശ്വാസത്തിന് അള്ളാഹു വലിയ ബഹുമാനം നൽകി. അവരുടെ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ അള്ളാഹു തആല സ്വീകരിച്ചു. ഒരു ചെറിയ കുറവ് പോലും അള്ളാഹു തആല അവർക്ക് നൽകിയിട്ടില്ല. യുവത്വത്തിന്റെ നല്ല പ്രസരിപ്പുള്ള കാലം അള്ളാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിക്കുമ്പോൾ ലഭിക്കുന്ന വലിയ മഹത്വം ദുനിയാവിൽ തന്നെ അനുഭവിക്കാൻ കഴിയും, പരലോകത്തെത്തിയിട്ടല്ല എന്നർത്ഥം. ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അതിന്റെ സുഖം ആസ്വദിക്കാൻ കഴിയും. എന്തൊരു ബഹുമാനമാണ് അവരെ ശരീരത്തിന് അള്ളാഹു നൽകിയത്. അവരുടെ കൂടെ അവരെ സ്നേഹിച്ചു കൊണ്ടുപോയ നായക്ക് എന്തൊരു ബഹുമാനമാണ് അള്ളാഹു നൽകിയത്. ആ ബഹുമാനമാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ് ലവിത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വലമുലിത മിൻഹും റുഅബാ. അവരുടെ നായ അതിന്റെ കൈകളൊക്കെ വിരുത്തിയിട്ട് ഗുഹയുടെ മുഖത്തതങ്ങനെ താമസിക്കുന്നു. കാവലിന് വേണ്ടി ഗുഹയുടെ ഉള്ളിലേക്കല്ലല്ലോ, പുറത്തല്ലേ കാവൽ നിൽക്കേണ്ടത്. ഗുഹാമുഖത്തത് കാലും കൈയും വിരിച്ച് നന്നായി വിശ്രമിക്കുകയാണ്. പക്ഷേ ആ നായയെ പറ്റി അള്ളാഹു പറഞ്ഞത് വകൽബുഹും, അവരുടെ നായ എന്നാണ്. അവരാരും നായയെ കൊണ്ടുപോയിട്ടില്ല. അവരെ സ്നേഹിച്ച് ഒപ്പം കൂടിയ നായയെ അള്ളാഹു അവരിലേക്ക് ചേർത്തി പറഞ്ഞു. ആ യുവാക്കളോടുള്ള ബഹുമാനം കൊണ്ട് നായക്കും അള്ളാഹു വലിയ ബഹുമാനം നൽകി. നായക്ക് അവരെ പോലെയുള്ള ബഹുമാനം അള്ളാഹു തആല നൽകി. അവർക്ക് എത്ര കാലം വിശ്രമ ജീവിതം അള്ളാഹു നൽകിയോ അത്രയും കാലം വിശ്രമ ജീവിതം നായക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. അവരെ ശരീരത്തിന് അള്ളാഹു തആല പോറലേൽപ്പിക്കാതെ സൂക്ഷിച്ചതുപോലെ നായക്കും അള്ളാഹു ബഹുമാനം നൽകിയിട്ടുണ്ട്. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, അവരുടെ പ്രാർത്ഥനക്ക് അല്ലാഹു വലിയ ഫലം നൽകി. വിശ്വാസ രംഗത്ത് കരുത്തോടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, വേട്ടയാടാനോ നമ്മെ വശീകരിക്കാനോ ആര് വന്നാലും അള്ളാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്ന, മുന്നോട്ട് ഗമിക്കുന്ന ആളാണോ, പുരുഷനാണോ, സ്ത്രീയാണോ, യുവാവാണോ, യുവതിയാണോ, ധൈര്യസമേതം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കും. അവരെല്ലാവരും കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തത് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നീ പ്രത്യേക അനുഗ്രഹം തരണം. മറ്റുള്ള ആളുകളെ പോലെയല്ലല്ലോ ഞങ്ങൾ. വീട്ടിൽ ജീവിക്കാനും സുഖിക്കാനും ആസ്വദിക്കാനും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന് ആരും തടസ്സമല്ല. പക്ഷേ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ബഹുദൂരം സഞ്ചരിച്ചത് നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണല്ലോ. അതുകൊണ്ട് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണം. വഹയ്യി ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളെ ഈ കാര്യത്തിന്റെ അവസാനം ഞങ്ങൾക്ക് നീ നന്നാക്കി തരണം. ഞങ്ങളിപ്പോൾ പ്രവേശിക്കുന്നത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഈ വിശ്വാസത്തിന്റെ മാധുര്യം ഞങ്ങൾക്കും ഞങ്ങളെ പിന്തുടരുന്ന ആളുകൾക്കും നീ ഏറ്റവും നല്ല രൂപത്തിലാക്കി തരണം.
എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവതി യുവാക്കളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ പറയട്ടെ, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവര് നടത്തിയ ഈ പ്രാർത്ഥനക്ക് അല്ലാഹു വലിയ ഫലം നൽകി. അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ച രീതിയിൽ ആ ഗുഹയുടെ ഉള്ളിൽ അവർ അധിവസിച്ചുകൊണ്ട് 3 നൂറ്റാണ്ടിന് ശേഷം അവർ പുറത്തു വന്നപ്പോൾ ഇവർ കാരണമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു ഈമാൻ നൽകി. അതാണ് അവർ ചോദിച്ചത്, വഹയ്യ ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങൾ ഈ ദൗത്യം, ഈ വിശ്വാസം, ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ആഖിബത്ത് നീ നന്നാക്കി തരണം, ഇതിന്റെ അവസാനം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണം. ഞങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ഞങ്ങളെ കൊണ്ട് നീ നേർമാർഗം നൽകണം. ഈ നാട്ടിൽ ജീവിക്കുന്ന, നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന യുവതി യുവാക്കൾ നല്ലവരായി വർത്തിക്കുന്നവരാണോ അവരെ പിൻപറ്റുന്ന ഒരു സമൂഹം നാട്ടിൽ വരും. അവരുടെ ജീവിതം അംഗീകരിക്കുന്ന ആളുകൾ വരും. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. നല്ല വഴിക്ക് നടന്നാൽ, അല്ലാഹു നിഷിദ്ധമാക്കിയ മാർഗങ്ങളിൽ നിന്നെല്ലാം പുറംതിരിഞ്ഞ് നടന്നാൽ ലഭിക്കുന്ന സൗന്ദര്യം നിഷിദ്ധമാക്കപ്പെട്ട വിഷയങ്ങളിൽ അഭിരമിച്ചാൽ ഒരിക്കലും ലഭിക്കുകയില്ല. നിങ്ങൾ നോക്ക്, ആ അസ്ഹാബുൽ കഹ്ഫ് 3 നൂറ്റാണ്ടിന് ശേഷം ഗുഹയുടെ ഉള്ളിൽ നിന്ന് അവർ പുറത്തു വന്നു. പുറത്തേക്ക് അല്ലാഹു അവരെ എഴുന്നേൽപ്പിച്ചു. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന രാജാവിന്റെ കീഴിലുള്ള ആളുകൾ വിശ്വാസികളാണെങ്കിലും വിശ്വാസരംഗത്തൊരു വൈകല്യം അവർക്കുണ്ടായിരുന്നു. പുനർജീവിതം എന്ന് പറയുന്ന സംഗതി അത് വിശ്വസിക്കാൻ അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അന്നത്തെ രാജാവ് ബൈദറൂസ് എന്ന് പറയുന്ന രാജാവ് നല്ല മനുഷ്യനാണ്, ഈമാനുള്ള നല്ല സ്വാലിഹായ മനുഷ്യരാണ്. അദ്ദേഹം അല്ലാഹുവിനോട് എപ്പോഴും ദ്വാരക്കും, പടച്ചോനെ, ഈ മനുഷ്യന്മാർക്കൊക്കെ പരലോകം ഉണ്ടെന്ന്, അങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം നീ ഭൂമിയിൽ അവർക്ക് നൽകണം, ഭൂമിയിൽ അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കണം എന്നെപ്പോഴും ദ്വാരക്കും. അസ്ഹാബുൽ കഹ്ഫ് നേരത്തെ ദ്വാരുന്നത്, ഞങ്ങള് ഇപ്പൊ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം, ഇനി ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോ ഞങ്ങൾക്കും ഞങ്ങളെ പഠിക്കുന്നവർക്കും എല്ലാവർക്കും അത് സന്തോഷിക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു മാർഗമാക്കി തരണം. വഹയ്യ ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളെ ഈ കാര്യത്തിന്റെ അന്ത്യം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണം, നന്നാക്കി തരണം. ഞങ്ങൾക്കതുകൊണ്ട് വലിയ സന്തോഷം നീ ഉണ്ടാക്കി തരണം. 3 നൂറ്റാണ്ടിന് ശേഷം അവർ പുറത്തു വരുന്ന സമയത്ത് ഏറ്റവും അധികം സന്തോഷിച്ചത് ആ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളുമായി വന്നിട്ട് അവരോട് പറഞ്ഞു, കുറെ കാലമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതം സത്യമാണ്. അങ്ങനെ വിശ്വസിച്ചെങ്കിലേ നമ്മുടെ ഈമാൻ കാമിലാവുകയുള്ളൂ. പരലോകത്തിൽ വിശ്വസിക്കാത്ത വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല. പുനർജീവിതത്തിൽ വിശ്വസിക്കാത്ത വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല. പുനർജീവിതം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, ആ പുനർജീവിതത്തെ ഭയപ്പാടോടുകൂടെ കണ്ട് അതിനു വേണ്ടി ഒരുങ്ങണം. പുനർജീവിതം ഇല്ലെന്ന് നിഷേധിക്കുന്ന, അതിൽ സന്ദേഹം അറിയിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട്, കണ്ടോ നിങ്ങൾ, അള്ളാഹു നൽകിയൊരു വലിയ ദൃഷ്ടാന്തമാണ്, നിങ്ങളെല്ലാവരും വിശ്വസിച്ചോളൂ, വിശ്വാസം ഉറപ്പിച്ചോളൂ. നിങ്ങളുടെ ബാപ്പമാരുടെ മുമ്പ്, അവരുടെയും മുപ്പാപ്പമാരുടെ മുമ്പ് ഒരു രാജ്യത്ത് ജീവിച്ചിരുന്ന ആളുകളാണ് ഇവര്. ഈ ഗുഹയുടെ ഉള്ളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 3 നൂറ്റാണ്ടായി. 3 നൂറ്റാണ്ട് അല്ലാഹു തആല ഇവരെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ അല്ലാഹു തആല താമസിപ്പിച്ചു. അവര് സത്യത്തിൽ ജനങ്ങൾ കണ്ടാൽ മരണപ്പെട്ടു പോയ രൂപത്തിലാണെങ്കിലും ഇപ്പോൾ അവര് നല്ലോണം ഹയാത്തോടുകൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. നേരത്തെ അവർ വിശ്രമത്തിലായിരുന്നു. ഈ വിശ്രമം അവർക്ക് അല്ലാഹു നൽകിയത് നിങ്ങൾക്ക് ചിന്തിക്കാനും പഠിക്കാനും ഒരു മാർഗമാണ്. എത്ര കാലം ഭൂമിയുടെ അടിയിൽ മനുഷ്യൻ കിടന്നാലും ജീവിച്ചു പുറത്തേക്ക് വരുന്നൊരു രംഗമുണ്ട്. 3 നൂറ്റാണ്ട് ഇവർ ഈ ഗുഹയുടെ ഉള്ളിൽ താമസിച്ച് ശരീരത്തിന് ഭേദഗതി വന്നിട്ടില്ല. രോമങ്ങൾ, മുടിയൊക്കെ അല്പം നീണ്ടു എന്നതല്ലാതെ, നഖങ്ങളും അല്പം മുന്നോട്ട് നീണ്ടു എന്നതല്ലാതെ കാര്യമായി മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല.
3 നൂറ്റാണ്ട് ഈ ഗുഹയുടെ ഉള്ളിൽ താമസിച്ച് ഇവർ പുറത്തേക്ക് അല്ലാഹു ഇവരെ കൊണ്ടുവന്നത്. നിങ്ങളും മരണപ്പെട്ടു പോയി ബർസഖിയ ലോകം കഴിഞ്ഞ് പുറത്തേക്ക് വരുമെന്നതിന് തെളിവാണ്. വകദാലിക അഅ്സർനാ അലൈഹിം ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ് വഅന്ന الساعة لا ريب فيها. ഇവരെ പുറത്തേക്ക് നാം വെളിവാക്കിയത്, ജനങ്ങളിലേക്ക് ഇവരെ ഗുഹയിൽ നിന്ന് പുറത്തിറക്കിയത് ലിയഅലമൂ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ഈ ഗുഹയുടെ ഉള്ളിൽ താമസിച്ച വ്യക്തികൾ, യുവാക്കൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് യാഥാർത്ഥ്യമാണ്. റബ്ബ് തആലയുടെ മാർഗത്തിൽ വിശ്വസിച്ചവരാരുണ്ടോ അവർക്ക് സംരക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്, കാവൽ നൽകുന്നവൻ അല്ലാഹുവാണ്. അതേ വലിയ സ്വാധീനവും ശക്തിയും ഉണ്ടായിരുന്ന രാജാവിന് ഇവരെ ശരീരത്തിൽ പോറലേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ രാജാവും പരിവാരങ്ങളും ഇവരെ കണ്ടിട്ടുണ്ട്. ഇവരെ കണ്ടിട്ട് അവര് പേടിച്ച് മടങ്ങിയതാണ്. അവസാനം ഇനി അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവർക്ക് മുന്നിൽ അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ശരീരത്തെ ആക്രമിക്കാനോ പുറത്തേക്ക് അവരെ വലിച്ചിട്ടുകൊണ്ട് അവരെ ശരീരം കൊണ്ട് പന്താടാനോ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് യോഗം നൽകിയില്ല. മറിച്ച് ഈ യുവാക്കളുടെ വിശ്വാസ സംരക്ഷണത്തിന് അല്ലാഹു മാറ്റുകൂട്ടിക്കൊടുത്തു. വലിയ സഹായവും വലിയ സംരക്ഷണവും കൊടുത്തു. ബൈദറൂസ് രാജാവ് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷത്തോടെ വലിയ റാഹത്തോടെ ഇവരോടൊപ്പം ഗുഹയുടെ ഉള്ളിൽ പോയി അല്പനേരം അവരോട് സംസാരിച്ചു. അവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. നിങ്ങൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാവിധ സൗകര്യവും സംവിധാനങ്ങളും തരാം, ഇബാദത്തിനുള്ള മുഴുവൻ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരാം. പക്ഷേ ആ ചെറുപ്പക്കാര് പറഞ്ഞത്, 3 നൂറ്റാണ്ടിന് ശേഷം അവര് പറഞ്ഞത്, ഞങ്ങൾ ദിക്റും തസ്ബീഹും ഏറെ ചൊല്ലിയത് ഈ ഗുഹയുടെ ഉള്ളിലല്ലേ, ഇവിടെ തന്നെ താമസിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പുറത്ത് ഞങ്ങൾക്കൊരു വീട് വേണ്ട. ഞങ്ങൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ മറവ് ചെയ്യണം. പിന്നെ രാജാവിന്റെ വീക്ഷണവും നിരീക്ഷണവും ഏറി വരികയാണ്. മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ 7 പേർക്കും വേണ്ടി രാജാവ് സ്വർണത്തിന്റെ നല്ല കട്ടിലൊരുക്കി, സ്വർണത്തിന്റെ നല്ലൊരു പെട്ടി ഒരുക്കിയിട്ട് 7 പേരെയും 8ാമത്തെ മെമ്പറായ നായയെയും 2 ഭാഗങ്ങളിലായി അവരെ മറവ് ചെയ്തു. അന്ന് രാത്രി തന്നെ രാജാവിന് അവർ നിർദ്ദേശം കൊടുത്തു, ഞങ്ങൾ സ്വർണപ്പെട്ടിയിൽ കിടക്കേണ്ടവരല്ല, സ്വർണം ആസ്വദിക്കേണ്ട മറ്റൊരു ലോകം ഞങ്ങൾക്ക് വരാനുണ്ട്. ആ ലോകത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വർണത്തിന്റെ പെട്ടി തൽക്കാലം ഒന്ന് മാറ്റിത്തരണം. രാജാവ് ആ നിർദ്ദേശം കേൾക്കുന്നു. പിറ്റേന്ന് പോയി ആ പെട്ടി മുഴുവനും മാറ്റിയിട്ട് നല്ല തേക്കിന്റെ മരത്തിന്റെ പെട്ടി ഉണ്ടാക്കിയിട്ട് അതിലവരെ മറവ് ചെയ്തു വെച്ച് തിരിച്ച് മറ്റേ പെട്ടികളൊക്കെ മാറ്റപ്പെട്ടു പോയി. ആ യുവാക്കളുടെ ഈമാനാണ് സൂറത്തുൽ കഹ്ഫിലൂടെ മുഅ്മിനീങ്ങളെ ആദ്യമായി നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും ഇസ്ലാം സംരക്ഷിക്കാനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ മഹത്വമുള്ള ആ വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങൾ അല്ലാഹ് ഏറ്റവും വലിയ ബഹുമാനം നൽകിയ വെള്ളിയാഴ്ച ദിവസം തന്നെ കൂടുതലായി ആവർത്തിച്ച് ഓതാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ആ യുവാക്കളുടെ ബഹുമാനം കണ്ടില്ലേ? വിശ്വാസ രംഗത്ത് അല്ലാഹു തആല അവരെ ശരീരത്തിനും അവരെ ആശയത്തിനും അവരുടെ ധർമ്മത്തിനും അല്ലാഹു നൽകിയ പിന്തുണയും ബഹുമാനവും വിവരണാതീതമാണ്. വലിയ ബഹുമാനമാണ് അല്ലാഹുർക്ക് നൽകിയത്. ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നത്, നല്ല യുവാവാണോ നല്ല യുവതിയാണോ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവരെ വല്ലാതെ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ പ്രായം നോക്കിയാൽ നല്ല നിലക്ക്, നല്ല പ്രായത്തിൽ നല്ല നിലക്ക് ജീവിച്ച ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ സ്ഥാനമാന ബഹുമാനമാണ് അല്ലാഹു നൽകുന്നത്.
അർശിന്റെ തണൽ നൽകുന്ന വിഭാഗത്തിലും ഒരു പ്രായം കടന്നു വന്നെങ്കിൽ അത് യുവാക്കളുടെ പ്രായമല്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിലായി വിശ്വാസവും കർമ്മവും സൂക്ഷിച്ച് നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി നിന്ന് റബ്ബിന്റെ ഇബാദത്തിലായി ജീവിതം ചെലവഴിച്ച യുവാവ്, ആ യുവത്വമുള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്നു. എന്തേ ആ ഒരു യുവത്വത്തിന് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത കൊടുക്കാനുള്ള കാരണം? യുവത്വം എന്ന് പറയുന്ന ആ ഒരു പ്രായമുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ പിശാചിന്റെ സ്വാധീനങ്ങൾക്ക് വലയിലാകുന്ന ഒരു സമയമാണ്. എന്റെ യുവതീ യുവാക്കളോട് ഞാൻ പറയട്ടെ, ഹറാമ് നമ്മളെ കൊണ്ട് ഭക്ഷിക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു ഗൂഢലക്ഷ്യമാണ്. നമ്മുടെ യുവത്വം നശിപ്പിക്കാനുള്ളവന്റെ ലക്ഷ്യമാണ്. ഹദീസിൽ കാണാം, ഒരു ചെറുപ്പക്കാരൻ നല്ല ഇബാദത്തിലായി വളർന്നു വരികയാണെങ്കിൽ, ഒരു യുവതി അല്ലെങ്കിൽ യുവാവ് നല്ല ഇബാദത്തിലായി അനുസരണയിലായി വളർന്നു വരികയാണെങ്കിൽ, പിശാചിനോട് വന്നിട്ട് അവന്റെ കൂട്ടാളികൾ പറയും, ഇന്ന സ്ഥലത്തൊരു യുവാവുണ്ട്, ഒരു യുവതിയുണ്ട്, സുബ്ഹാനല്ലാഹ്, നല്ല ഇബാദത്തിലാണ് വളർന്നു വരുന്നത്, നല്ല രൂപത്തിലാണ് ജീവിതം നയിക്കുന്നത്. അപ്പോഴേക്ക് ശൈത്താൻ അവരോട് പറയും, ഉൻദുറൂ മിൻ ഐന മത്അമുഹു, നിങ്ങളൊന്ന് പോയി നോക്കണം, അയാൾ കഴിക്കുന്ന ഭക്ഷണം എവിടുന്നാണ്, കുടിക്കുന്ന വെള്ളം എവിടുന്നാണ്. ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും റബ്ബ് പൊരുത്തപ്പെടാത്ത ഏതെങ്കിലും മേഖലയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അയാളെ പിടിക്കാം. ഒരു പ്രയാസം എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും. നിസ്കരിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല, നോമ്പ് നോറ്റോട്ടെ പ്രശ്നമൊന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത വിധത്തിൽ ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കളോ പാനീയങ്ങളോ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആളെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അത് പോയി നോക്കി വരണം. കൂട്ടാളികൾ നോക്കി വന്നിട്ട് പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ വസ്തുവും ഭക്ഷിക്കാത്ത ആളാണ്, എന്നാ പിന്നൊന്ന് കരുതണം, പെട്ടെന്ന് ആളെ കിട്ടൂല. ശൈത്താൻ അവന്റെ അനുയായികളോട് പറയുന്നു, പെട്ടെന്ന് ആളെ പിടിക്കാൻ കിട്ടൂല. പെട്ടെന്ന് ആളെ പിടിക്കാൻ കിട്ടണമെങ്കിൽ അയാൾ കഴിക്കുന്നത് കുടിക്കുന്നത് എന്തെങ്കിലും നിഷിദ്ധമായ കാര്യങ്ങളാകണം, എന്നാ പിന്നെ പെട്ടെന്ന് ആളെ കിട്ടും. എത്ര ജുമാക്ക് പങ്കെടുത്താലും ജമാഅത്തിന് പങ്കെടുത്താലും ഏത് ദീനീ സദസ്സിന്റെ കൂട്ടത്തിൽ നേതൃത്വം നൽകാനും പ്രവർത്തിക്കാനൊക്കെ ആൾ ഉഷാറാണെങ്കിലും നമ്മളെ പിടുത്തത്തിൽ ആളെ കിട്ടും. യുവാവിനെ കിട്ടും, യുവതിയെ കിട്ടും. എത്ര ബാപ്പ ഉമ്മക്ക് ഖിദ്മത്തെടുക്കുന്ന ആളാണെങ്കിലും, ഏതെല്ലാം രൂപത്തിൽ ഇബാദത്തിൽ മുന്നേറുന്ന ആളാണെങ്കിലും, ഭക്ഷണം കഴിക്കുന്നത് കുടിക്കുന്ന വെള്ളം അല്ലാഹു നിഷിദ്ധമാക്കിയ ഏതെങ്കിലും രൂപത്തിലാണോ അവനെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ കഴിയും. അവന്റെ യുവത്വം നല്ല രൂപത്തിൽ ഇബാദത്തിലായി തീർക്കാൻ അവന് കഴിയൂല. അപ്പൊ സഹോദരങ്ങളെ, അന്നപാനീയങ്ങൾക്ക് നമ്മുടെ ഇബാദത്തും തഖ്വയുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്വാധീനമുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന യുവാക്കൾ അവരെത്രമാത്രം വലിയ ബഹുമാനമുള്ളവരാണ്. ഗുഹയിൽ നിന്ന് അവർ 3 നൂറ്റാണ്ടിന് ശേഷം എഴുന്നേറ്റപ്പോ എല്ലാവർക്കും ചെറിയ വിശപ്പ് അനുഭവപ്പെട്ടു. വിശപ്പ് അനുഭവപ്പെട്ടപ്പോ കൂട്ടത്തിൽ മുതിർന്ന ആള് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരണം, അങ്ങാടിയിൽ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരണം. പക്ഷേ ഭക്ഷണം വാങ്ങാൻ പോകുന്ന ആളോട് പറഞ്ഞു, ഫല്യൻളുർ അയ്യുഹാ അസ്കാ തഅമാ, ഇത്രയും കാലം നമ്മൾ കാത്തു സൂക്ഷിച്ചു വെച്ച നമ്മളെ ഈമാന് പോകാൻ പാടില്ല, നമ്മളെ ഇഖ്ലാസും ഇബാദത്തും തഖ്വയും ഒന്നും ചോർന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് പരിപൂർണമായും ഹലാലായ ഭക്ഷണം അന്വേഷിക്കണം. ഫല്യൻളുർ അയ്യുഹാ അസ്കാ തഅമൻ ഫല്യതികും ബിർസിഖിൻ മിൻഹു വല്ലതലത്തഫ് വലാ യുശ്ഇറന്ന ബികും അഹദാ. നിങ്ങളെ ഒരാളും അറിയാൻ പാടില്ല, സ്വകാര്യമായി പോകണം, സ്വകാര്യമായി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി വരണം. പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന ആളോടൊരു ഡിമാൻഡ് ഉണ്ട്, അയ്യുഹാ അസ്കാ തഅമാ, ഭക്ഷിക്കാൻ പൂർണ്ണ രൂപത്തിൽ ഹലാലായത് വാങ്ങണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അറവ് നടത്താതെ വിൽപ്പന നടത്തുന്ന മാംസങ്ങൾ ആ കാലഘട്ടത്തിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അത് ഹറാമല്ലേ, അതും നിഷിദ്ധം തന്നെയാണ്.
അറവ് നടത്താത്ത വിൽപ്പന നടത്തപ്പെടുക. അറവ് നടത്താതെ എങ്ങനെ വിൽക്കല്? രണ്ട് മേട്ടം മേടിയാ പോരല്ലേ, സംഗതി പണിയാവുമല്ലോ. തലക്ക് മർമ്മം നോക്കി രണ്ടടി കൊടുത്താൽ മതി. ഏത് ജീവിയും ആടക്കണെങ്കിൽ പെട്ടെന്ന് പണിയായി. കോയിൻ്റെത് പിന്നെ പറയും വേണം. പിന്നെ അങ്ങോട്ട് തോല് ഒന്ന് കീറി റെഡിയാക്കിയാൽ മതിയല്ലോ. കാണുമ്പോ ഇറച്ചിയല്ലേ ഉള്ളൂ. അർത്ഥയിലെ ഇറച്ചിയും മറക്കാത്തതിന്റെ ഇറച്ചിയും ഒക്കെ ഒരുപോലെയാണ്. കാഴ്ചയിൽ നമുക്ക് എന്ത് വേർതിരിയാനാ? ഇനി അത് വേവിച്ചു നോക്കിയാൽ ടേസ്റ്റ് വല്ല വ്യത്യാസമുണ്ടോ? ടേസ്റ്റ് ഒരുപോലെ തന്നെയല്ലേ? നമുക്കൊക്കെ സമം തന്നെയല്ലേ? നിങ്ങൾ നോക്കുക, അസ്ഹാബുൽ കഹ്ഫ് ഈമാനൊക്കെ കെട്ടിപ്പടുത്തി ഉയർത്തി കൊണ്ടുവന്ന് ഇത്രയും ക്ഷീണം അനുഭവിച്ച് ഇത്രയും ത്യാഗം ചെയ്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വിശ്വാസവും കർമ്മങ്ങളൊക്കെ സൂക്ഷിച്ച് ആ ഗുഹയുടെ ഉള്ളിൽ താമസിച്ച് എല്ലാവിധ കറാമത്തും അള്ളാഹു നൽകി. പുറത്തേക്ക് അള്ളാഹു ഒരു വെളിവാക്കുന്ന സമയം അവരുടെ ഡിമാൻഡ് ഭക്ഷണം വേണം. അത് വിശപ്പുണ്ടായ ജീവിക്കുന്ന ആർക്കും ഭക്ഷണം വേണ്ടേ? പക്ഷെ ഏതെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരരുത്. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തുആമാ, പൂർണ്ണമായും ഹലാലാ രീതിയിലുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരണം. അതേ കഴിക്കാൻ പറ്റൂ. അതിന് ഖുർആൻ മുഫസ്സിറുകൾ പറയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അവര് ജീവിച്ച കാലത്ത്, ഇപ്പോഴല്ലോ അവര് പറയുമ്പോഴല്ല, 3 നൂറ്റാണ്ട് മുമ്പ് മാർക്കറ്റിൽ വിൽക്കപ്പെട്ടിരുന്ന മാംസങ്ങൾ പലതും അറവ് നടത്താത്തതായിരുന്നു. എന്ന് പറഞ്ഞാൽ ചത്തീൻ്റെതും അല്ലാത്തതും ഒക്കെ കൂടി മിക്സഡ് ആക്കി കൊണ്ട് കൊടുക്കും. വാങ്ങുന്ന ആൾക്ക് ഇറച്ചിയും കിട്ടുന്ന ആൾക്ക് നല്ല ലാഭവും ഒക്കെ ആയി. വാങ്ങുന്ന ആൾക്കും മോശം, വിൽക്കുന്ന ആൾക്കും ഒക്കെ മോശമല്ലേ? രണ്ടുകൂട്ടർക്കും മോശം. അപ്പൊ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് വന്നു, സൂക്ഷ്മതയുടെ ഭാഗമായിട്ട്. അല്ലാത്തത് കഴിച്ചാൽ നമ്മൾ ഇതുവരെ ചൊല്ലിയ ദിക്ർ ഇബാദത്തൊക്കെ പൊളിഞ്ഞു പോവും, നമ്മളെ ഈമാന് പരിക്കേറ്റു പോവും. അതുകൊണ്ട് പറ്റൂല. നല്ലത് വാങ്ങിക്കൊണ്ടുവരണം, ഹലാലായത് വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ആ സഹോദരങ്ങളെ ശൈത്താന്റെ നോട്ടമുള്ളത്. ചെറുപ്പക്കാരികളെ ലഹരിക്ക് അടിമപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ ഒരു കുടില തന്ത്രമാണ്. നമ്മളതിൽ വീണുപോകരുത്. ആ പിശാച് മനുഷ്യ പിശാചായിട്ടും രൂപപ്പെട്ടു വരും. മറ്റുള്ള പിശാചുക്കൾ ഏതായാലും സ്വാധീനം ചെലുത്തുന്നുണ്ടല്ലോ. അതിന് പറ്റുന്ന സഹായികളായിട്ട് മനുഷ്യന്മാരെ കൂട്ടത്തിനും ശൈത്താന്മാരുണ്ട് എന്നുള്ള ഖുർആനിൽ പറഞ്ഞില്ലേ? ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യന്മാരെ കൂട്ടത്തിനും ശൈത്താന്മാരുണ്ട്, ജിന്നുകളെ കൂട്ടത്തിനും ശൈത്താന്മാരുണ്ട്. ശൈത്താൻ എന്ന വാക്കിന്റെ അർത്ഥം അനുസരണം കെട്ടവൻ എന്നാണ്. ആ അനുസരണം കെട്ട കൂട്ടുകാരോ കൂട്ടുകാരികളോ ലഹരി വസ്തുക്കളുമായി വരുമ്പോ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗമേതാണ്? നമ്മൾ സ്വീകരിക്കേണ്ട പ്രതിജ്ഞ എന്താണ്? പൂർവികരായ മഹത്തുക്കൾ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല നിഷിദ്ധമാക്കിയത് ഭക്ഷിക്കാൻ അവരെ നിർബന്ധിപ്പിച്ചപ്പോ അവര് ഒരിക്കലും അതിന് തയ്യാറാകാതെ വന്നപ്പോ രാജാക്കന്മാരവരെ ശിക്ഷിച്ചപ്പോ ആ ശിക്ഷയിൽ നിന്ന് മാറാതെ ശിക്ഷ സ്വീകരിച്ചാലും കുഴപ്പമില്ല, റബ്ബ് ഹറാമാക്കിയത് ഭക്ഷിക്കൂല. അങ്ങനെ ഒരു തീവ്രമായ ഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകണം. യഥേട്ടം ഭക്ഷിക്കേണ്ടവരല്ല നമ്മള്. അത് മുസ്ലിങ്ങളായ യുവതി യുവാക്കളുടെ സ്വഭാവമല്ല. ഇഷ്ടം പോലുള്ളത് കിട്ടുന്നത് മുഴുവനും ഭക്ഷിക്കുക എന്ന് നമ്മുടെ തിയറിയല്ല. റബ്ബ് ഹലാലാക്കിയത് മാത്രമേ ഭക്ഷിക്കാവൂ. അല്ലാത്തത് ഭക്ഷിച്ചാൽ എന്താ ഉസ്താദേ കുഴപ്പം? നമ്മുടെ ദുനിയാവിനും അത് കേടാണ്, ആഖിറത്തിനും അത് കേടാണ്. ഇവിടെ ലഹരി ഭക്ഷിച്ച മനുഷ്യൻ, ഇവിടെ ലഹരി ഭക്ഷിച്ച് മരണപ്പെട്ടുപോയ മനുഷ്യൻ, തൗബക്ക് അവസരം കിട്ടാതെ പിരിഞ്ഞുപോയ മനുഷ്യൻ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹദ്റത്തിൽ മാപ്പിന് ഒരു അർഹതയും ഒരു ചാൻസും കിട്ടാതെ പിരിഞ്ഞുപോയവൻ ആഖിറത്തിലെത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് കുടിക്കാൻ കൊടുക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമല്ല, അവർക്ക് കൊടുക്കുന്ന പാനീയമല്ല. പിന്നെന്താ കുടിക്കാൻ കൊടുക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റബ്ബ് സുബ്ഹാനഹു വ തആല അവന് കുടിക്കാൻ കൊടുക്കുന്നത് മിൻ തീനത്തിൽ ഖബാൽ,
തീനത്തുൽ ഖബാലിൽ നിന്നാണ് കുടിക്കാൻ കൊടുക്കുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമാ തീനത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാൽ എന്ന വാക്കിന്റെ വിവക്ഷ എന്താണ്? തങ്ങൾ പറഞ്ഞു, സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരുടെ ചീഞ്ചലമാണ്. അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന്, അവരുടെ കക്ഷഭാഗങ്ങളിൽ നിന്ന്, അവരുടെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ചൂടുള്ള ചീഞ്ചലമുണ്ടല്ലോ, അതാണ് കുടിക്കാൻ കൊടുക്കുന്നത്. ആ ചീഞ്ചലം നേരെ ദാഹത്തിന് വേണ്ടി കുടിക്കാൻ പറ്റുന്നതാണോ? അല്ല. അത് കുടിക്കുന്ന ആൾക്ക് ശമനമുണ്ടാകുമോ? ഇല്ല. ദാഹം വല്ലതും അകറ്റി കിട്ടുമോ? ഇല്ല. അത് കുടിക്കുന്ന ആളുടെ സ്വഭാവം എന്താണ്? ഖുർആൻ പഠിപ്പിച്ചു, ചീഞ്ചലം കുടിക്കുന്ന മനുഷ്യൻ യതജറഉഹു വലാ യകാദു യുസീഗുഹു വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ വമാ ഹുവ ബിമയ്യിത്. ചീഞ്ചലം കുടിക്കാൻ കൊടുക്കും, മുറുക്കാക്കി ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് അവനത് വലിച്ചു കുടിക്കും. പക്ഷേ കുടിക്കുമ്പോഴേക്ക് കുടിക്കുമ്പോ അവന്റെ ഓരോ അവയവങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചൂടുള്ള ചീഞ്ചലം ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് ഉള്ളു മുഴുവനും ചുട്ടുപൊള്ളുന്ന രൂപത്തിൽ തായോട്ട് കൊഴിഞ്ഞു വീഴുകയാണ്. അവന്റെ ഉള്ളു മുഴുവനും പഴുത്തുപോയി, ചൂടായിപ്പോയി, കരിഞ്ഞുപോയി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് വ്യത്യസ്ത അറകൾ വെച്ചിട്ടുണ്ട്. ആ അറകൾ മുഴുവനും നിശ്ചലമായി പോയി. പക്ഷേ അതുകൊണ്ടവൻ മരിച്ചു തീരുന്നുണ്ടോ? വമാ ഹുവ ബിമയ്യിത്തിൻ, അവനൊന്നും മരിക്കുന്നുമില്ല. മരണത്തിന്റെ അതേ ഒരു പ്രതീതി എല്ലാ ഭാഗത്തുനിന്നും വന്നുപോയി. അവന്റെ കൈയും അവന്റെ കാലും അവന്റെ കൊടലും അവന്റെ വയറും അവന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള ആമാശയങ്ങൾ എല്ലാറ്റിനും മരണം രുചി അനുഭവിച്ചു പോയി. എന്നാലോ അവനങ്ങ് മരിക്കുന്നുമില്ല. ഈ ചീഞ്ചലമൊക്കെ കുടിക്കാൻ കിട്ടുന്ന മനുഷ്യന് വമിൻ വറാഇഹിം അദാബുൻ ഗലീൽ, അതിന്റെ അപ്പുറത്ത് ഗൗരവതരമായ ശിക്ഷ വേറെയുണ്ട്. എല്ലാം വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയില്ല. ആഖിറത്തിലെത്തുന്ന സമയത്തുള്ള ഗതി അതാണ്. ദുനിയാവിൽ ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, പെട്ടുപോയ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയട്ടെ, പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങണം. മരണം വന്നാൽ കലിമ ചൊല്ലാൻ കഴിയാത്തൊരവസ്ഥ വരുന്ന സന്ദർഭമാണത്. ഹറാമായ നിലക്കുള്ള ഈ അള്ളാഹു നിഷിദ്ധമാക്കിയ നിലക്കുള്ള ഈ ലഹരി വസ്തുക്കൾ, അത് ശരീരത്തിൽ കടിക്കുന്നതാകട്ടെ, ശ്വസിക്കുന്നതാകട്ടെ, അല്ലാത്ത രൂപത്തിൽ വാസനിക്കുന്നതാകട്ടെ, ഞരമ്പിലൂടെ സുഖം ഉപയോഗിക്കുന്നതാകട്ടെ, ഏത് തരത്തിലുള്ളതാണെങ്കിലും കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും അത് ഖംർ എന്നാണ് അതിന്റെ പേര്. അത് മുഴുവനും ഹറാമാണ്. ഒറ്റൊന്നും ആ വിഷയത്തിൽ ഹലാലാക്കപ്പെട്ടതില്ല. മുഅ്മിനീങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഖംർ വേറെയുണ്ട്. അതിന് നല്ലോണം ക്ഷമിച്ച് സഹകരിച്ച് ജീവിക്കേണ്ടതുണ്ട്. ചുരുങ്ങിയ കാലത്തല്ലേ അല്ലാഹ് ക്ഷമിക്കാൻ പറയുന്നത്, ദീർഘിച്ച കാലമില്ലല്ലോ. മുന്നിൽ കൊണ്ടുവന്ന് വെച്ച സുഖങ്ങൾക്ക് വേണ്ടി അല്ലാഹ് നിഷിദ്ധമാക്കിയത് കഴിക്കണമെന്ന് പറയുമ്പോ കഴിക്കാതെ ശിക്ഷയേറ്റുവാങ്ങിയ മഹാന്മാരെ മഹതിമാരെ അറിയുമോ? യഥേഷ്ടം വാങ്ങാൻ എല്ലായിടത്തും പെർമിറ്റുണ്ട്. ആരും തടയുന്നില്ല, ആരും എതിർക്കുന്നില്ല. എതിർക്കുന്ന ആളെ പ്രത്യേകം കേസ് കൊടുത്ത് തോൽപ്പിക്കാം. അതൊക്കെ ഈ ദുനിയാവിലെ പരിമിതികളാണ്. ആഖിറത്തിലെത്തുമ്പോ അതുകൊണ്ടൊന്നും ജയിക്കൂല. യുവത്വം കഴിഞ്ഞവരോടും യുവത്വത്തിൽ നിൽക്കുന്നവരോടും ഞാൻ പറയട്ടെ, അല്ലാഹ് നിഷിദ്ധമാക്കിയ രൂപത്തിൽ എന്തെങ്കിലും ഒരു ലഹരി ഉപയോഗിച്ചോ, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ വലിയ പ്രയാസമാണ്. നമ്മൾ ആലോചിക്കണം, എത്രയോ ആളുകൾ കുടുങ്ങിപ്പോയ രംഗങ്ങളുണ്ട്. കുടുങ്ങാനുള്ള കാരണം അന്വേഷിച്ചു നോക്കുമ്പോ മറ്റൊന്നുമല്ല, ലഹരി ഉപയോഗിച്ചതാണ്.
മരിക്കുന്ന സമയത്തുള്ള ഇടങ്ങേറ് എത്രമാത്രമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ കാണുന്നു ആ മനുഷ്യൻ ഇടങ്ങേറാകുന്നത്. ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ആലിമിന്, ഒരു സയ്യിദിന് വന്നിട്ട് ആ സമയത്തൊന്ന് റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അയാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈമാന് മാറ്റുകൂട്ടി കൊടുക്കാൻ കഴിയുമോ? കലിമയെല്ലാം കഴിയാതെ തത്തിക്കളിക്കുന്ന നാവിന് ഒന്ന് ഉറപ്പ് നൽകാൻ പറ്റുമോ? മനസ്സിനല്ലേ ഹിമ്മത്ത് വേണ്ടത്, നാവ് കൊണ്ടല്ലേ കലിമ ചൊല്ലേണ്ടത്. ചൊല്ലാനാ നാവിന് ശുദ്ധി വേണ്ടേ, ചൊല്ലാനാ ഖൽബിന് ഹിമ്മത്ത് വേണ്ടേ? രണ്ടും നഷ്ടമായി പോയി. നിങ്ങളൊക്കെ പലപ്പോഴും കേട്ട ചരിത്രമല്ലേ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്റെ ചരിത്രം. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. സാധാരണക്കാരെ കഥ പിന്നെ അവിടെ ഇരിക്കട്ടെ. ചെറുപ്പക്കാരികളെ, ചെറുപ്പക്കാരെ, രണ്ടു കൂട്ടരെയും ഈ വിഷയത്തിൽ വിളിക്കേണ്ടി വന്നത് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നത് യുവാക്കൾ മാത്രമല്ലെന്ന് തെളിയിക്കപ്പെട്ടു പോയല്ലോ. യുവതികളും ആ കച്ചവടത്തിൽ മുൻപന്തിയിലാണ്. രക്ഷിതാക്കളോട് കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, കയ്യിൽ വെറുതെ ഇരിക്കുന്ന പണം ഒരൊറ്റ യുവാവിന്റെയും യുവതിന്റെയും കയ്യിൽ കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പാടില്ല. കൃത്യമായ പണം മാത്രം. ഏറെ ഒരൊറ്റ കാശും കൊടുക്കാൻ പാടില്ല. അവരെ കയ്യിൽ അത് ഡെപ്പോസിറ്റ് വന്നാൽ പലരും പലതിനും തോന്നിപ്പിക്കും. ആദ്യഘട്ടത്തിൽ ചെറുത്, പിന്നെ അതിന്റെ മേലെ, പിന്നെ അത് തിരുത്താൻ കഴിയാത്ത രൂപത്തിലായി മാറും. ഒരു ചികിത്സാ വേദികളിൽ കൊണ്ടുപോയിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രൂപത്തിൽ അതിന് അഡിക്റ്റായി പോകും. ഇതിനാദ്യം നിയന്ത്രിക്കേണ്ടത് സമ്പത്ത് അവരുടെ കയ്യിൽ വിട്ടുകൊടുക്കുന്നതാണ്. സ്കൂളിലേക്ക് ആവശ്യമുണ്ട്, കോളേജിലേക്ക് പോകാൻ ആവശ്യമുണ്ട്. 25 രൂപ, 30 രൂപ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനത്തിന്റെ ചെലവ് അത്രമാത്രമേ കൊടുക്കാവൂ. അവിടെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് 100ഉം 150ഉം ഒരു 10 രൂപ സ്നേഹം കൊണ്ട് ഏറെ കൊടുത്താൽ 5 ദിവസമാകുമ്പോൾ 50 രൂപയായി, 10 ദിവസമാകുമ്പോൾ 100 രൂപയായി. കയ്യിലിരിക്കുന്ന 100 രൂപ എന്ത് ചെയ്യണമെന്ന് തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന കൂട്ടുകാരി പറഞ്ഞു കൊടുക്കും. ഒരാസ്വദിക്കുന്ന ദുഷിച്ച ആസ്വാദനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ വലിച്ചേച്ചു കൊണ്ടുപോകും. ഈ കയ്യിലിരിക്കുന്ന പണമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹേതുവായി മാറുന്നത്. മനുഷ്യൻ മൊത്തത്തിൽ ദുഷിക്കുന്നതിന് ഐശ്വര്യം കൊണ്ടാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. മനുഷ്യൻ വഴിവിട്ടുപോയി, അബദ്ധസഞ്ചാരിയായി പോയി. അർആഹു ഇസ്തഗ്നാ, മനുഷ്യന് തോന്നിപ്പോയി സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുണ്ട്, എനിക്കാരെയും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ടുണ്ട് എന്ന ഒരു ചിന്ത വന്നതോടുകൂടെ മനുഷ്യൻ അബദ്ധസഞ്ചാരിയായി പോയി. സാമ്പത്തികമായ പുരോഗതിയാണ്, മുന്നോക്കമാണ്, മുന്നേറ്റമാണ് സത്യത്തിൽ ഈ രൂപത്തിൽ മനുഷ്യന്മാരെ പേപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ബർക്കത്തിന് ദ്വാരക്കാൻ തന്നെ നമുക്കിന്ന് പേടിയാണ്. കാരണം ബർക്കത്തിന് ദ്വാരുന്നിടത്തോളം അവസ്ഥ എങ്ങനെയാണുള്ളത്, ഇനിയും ബർക്കത്തിന് ദ്വാരുന്നുള്ള അവസ്ഥ എന്താ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ കുട്ടികളെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് നിയന്ത്രണം വേണം. സ്നേഹം കൊണ്ട് ഇഷ്ടം പോലെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കരുത്. വിദേശ രാഷ്ട്രങ്ങളിലും വിദൂര രാജ്യങ്ങളിലും പഠിക്കാൻ വേണ്ടി വിടുന്ന മക്കളെ അവിടെയുള്ള ഇസ്ലാമിക് ഹോസ്റ്റലുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, എത്ര മെട്രോ നഗരങ്ങളിലാണ് കുട്ടികൾ പഠിക്കുന്നതെങ്കിലും, എത്രയും വലിയ അന്താരാഷ്ട്ര സിറ്റികളിലാണ് പഠിക്കുന്നതെങ്കിലും, ഉയർന്ന ബിരുദവും മാർക്കും ലഭിക്കുന്ന കോളേജുകളിലാണ് പഠിക്കുന്നതെങ്കിലും അവിടെയെല്ലാം ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. കഥകളാണ്, ചിത്രങ്ങളാണ് ഓരോ ദിവസവും വാർത്തകളായി വരുന്നത്. വലിയ വലിയ കോളേജുകളിൽ നിന്ന് പിടിക്കപ്പെടുന്ന സാഹചര്യങ്ങളാ വരുന്നത്. ആ കുട്ടി 5 കൊല്ലം 6 കൊല്ലം ഉന്നത ബിരുദത്തിന് വേണ്ടി പഠിച്ച അവന്റെ കൂട്ടുകാർ മുഴുവനും ഇതിന്റെ കണ്ണികളായി പിടിക്കപ്പെട്ടു എന്നുള്ള രൂപമാണ് വരുന്നത്. നമ്മൾ കൊണ്ടുപോയി ചേർത്തിയത് അവിടെയാണ്. ആ കുട്ടി താമസിക്കുന്ന ഹോസ്റ്റൽ, ആ കുട്ടി താമസിക്കുന്ന കൂട്ടുകെട്ട് അത് ഇസ്ലാമികമായ മാനത്തിലാണോ രൂപത്തിലാണോ? അല്ല. നിസ്കാരം തീരെയില്ല. റമളാനാണെങ്കിലോ പഠനമുണ്ട്, നോമ്പില്ല. പിന്നെ
പിന്നെ നടക്കുന്ന എല്ലാ അനാവശ്യങ്ങളിലും പങ്കാണ്. ആ നാട്ടിലും നാട്ടിന്റെ പുറത്തും നടക്കുന്ന എന്തെല്ലാം അനാചാരങ്ങളുണ്ടോ, അനാവശ്യ പ്രവർത്തനങ്ങളുണ്ടോ, കൂട്ടുകാരോടൊപ്പം നമ്മുടെ മകനും മെമ്പറാണ്. ചിലർ ചിന്തിക്കും തൊഴിൽ കിട്ടും വരെയല്ലേ ഉസ്താദെ അങ്ങ് ക്ഷമിച്ചേക്കാം, തൊഴിൽ കിട്ടിയാൽ പിന്നെ അങ്ങ് നന്നായേക്കും. ഇല്ല കേട്ടോ, അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ, പിശാചവന്റെ മനസ്സിൽ സ്വാധീനം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ നേരെ കൺമുന്നിൽ നിന്ന് മയക്ക് വസ്തു ഉപയോഗിക്കുന്നതിന് അവന് മടിയില്ലാതെയായി പോകും. കാരണം ആ രൂപത്തിൽ അവർ പരസ്യമായി ഉപയോഗിച്ചു പോയി. പിന്നെ ബാപ്പയുടെ മുന്നിൽ വെച്ച്, ഉമ്മയുടെ മുന്നിൽ വെച്ച് അതിനൊരു തടസ്സമല്ലാത്ത രൂപത്തിലാക്കി മാറ്റിക്കളയും. എതിർത്താലോ അവന് സ്വന്തമായിട്ട് ജോലിയുണ്ട്, നമ്മൾ ആ ജോലിയുടെ പേരിൽ ഭീഷണിപ്പെടുത്തും. പിന്നെയോ അവൻ സ്വന്തം കാര്യം എന്ന നിലക്ക് മാറിയെന്ന് ജീവിച്ചു പോകും. എന്റെ കുടുംബം ഇതിനെതിരാണ്, എന്റെ ബാപ്പയും ഉമ്മയും ഇതിനെതിരാണ്, അവര് ഫ്രീഡം തരാത്തവരാണ്. ചിലപ്പോൾ നമ്മുടെ പേരിൽ കേസ് വരെ കൊടുത്തു പോകും. ബാപ്പയും ഉമ്മയും ഫ്രീഡം തരുന്നില്ല, അതുകൊണ്ട് അവർക്കെതിരെ ഒരു കേസ്. വർത്തമാനകാലത്ത് നമ്മൾ വായിച്ചതാ, തള്ളാനായിട്ടില്ല. വീട്ടിൽ നിന്ന് കുട്ടിയെ ശകാരിച്ച ഉപ്പാക്കെതിരെ മകൻ കേസ് കൊടുത്തു. 22 വയസ്സുകാരന് ചെറുപ്പക്കാരൻ കേസ് കൊടുത്തു. കാരണം അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു ബാപ്പ സ്വൈര്യം തരുന്നില്ല, ഫ്രീഡം തരുന്നില്ല. അനാവശ്യത്തിന് അടിമപ്പെട്ട ഈ കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബാപ്പയുടെ ശ്രമത്തിനാണ് ഈ രൂപത്തിൽ കേസ് വന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഒക്കെ കഴിഞ്ഞിട്ടല്ല ചിന്തിക്കേണ്ടത്, മുമ്പേ ചിന്തിക്കണം. ഇസ്ലാമിക് ഹോസ്റ്റലുകൾ ഒരുപാടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ബാംഗ്ലൂർ മെട്രോ നഗരമാണ്, ഇസ്ലാമിക് ഹോസ്റ്റലുകളുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ മിക്ക ആളുകളും പഠിച്ച് വളർന്ന് വലുതായി ഉയർന്നു വരുന്നത്, സത്യം കൊണ്ട് തുറഞ്ഞു വരട്ടെ, നിങ്ങൾക്ക് പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും ശരി ശരി കേൾക്കുന്ന ആൾക്കാരോ കേട്ടോട്ടെ, ഇസ്ലാമിക സംവിധാനത്തിലല്ല. 5 വക്ത് നേരെ നിസ്കരിച്ചിട്ടല്ല നമ്മുടെ കുട്ടി പഠിക്കുന്നത്. നിങ്ങൾ ആ കുട്ടിക്ക് ഒരു വർഷം ഫീസ് കെട്ടിക്കൊടുക്കുന്ന 2.5 ലക്ഷമാണ്. രണ്ടാമത്തെ വർഷം വീണ്ടും കിട്ടുന്നു 2.5 ലക്ഷം. ആ കുട്ടിന്റെ നിത്യേന ചെലവുകൾക്ക് വേറെ കെട്ടിക്കൊടുക്കുന്നു 50,000. ഹോസ്റ്റലിൽ അവിടെ കൊണ്ടുപോയി അടച്ചു കൊടുക്കുന്നു. ബാധ്യത തീരുമോ? ആ കുട്ടിയെ വിടുന്നത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ നമ്മൾ വിടുന്നത്? നമ്മളാണോ ഇതിന്റെ ആളുകൾ എന്നുകൂടി ചിന്തിക്കേണ്ടതില്ലേ? ആലോചിക്കേണ്ടതില്ലേ ഉപ്പമാരെ? നല്ലോണം ചിന്തിക്കണം, നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം. ഒരു ഡിഗ്രിയുടെ തലം വരെ കുട്ടിയെ എങ്ങനെയെങ്കിലൊക്കെ ഉന്തിത്തള്ളി എത്തിക്കുക എന്നുള്ളതല്ല ബാധ്യത. അങ്ങനെ ഒരു ബാധ്യത ഇസ്ലാം നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കുന്നത് ഏതാണെങ്കിലും ശരി, ആ കുട്ടിന്റെ ദീനും ദുനിയാവും ആഖിറും നഷ്ടപ്പെടാത്ത രൂപത്തിലായി സൂക്ഷിക്കണം. അതിന് പറ്റുന്ന തലങ്ങളിൽ കൊണ്ടുപോയാക്കണം. അതിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. അതിനാണ് നമ്മളെല്ലാവരും രക്ഷിതാക്കളായി മാറിയത്. ഉന്തി തള്ളിവിടാനല്ല, കുട്ടിയോട് ഇഷ്ടം പോലെയുള്ളതിന് പോയി ചേരാൻ വേണ്ടി പറഞ്ഞേക്കാനല്ല. ആ കുട്ടിയുടെ സംസ്കാരം ചോർന്നൊലിച്ചു പോകാൻ പാടില്ല. 5 വർഷം കഴിഞ്ഞ് തിരികെ വരുന്ന കുട്ടിക്ക് 10ാം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ചപ്പോൾ ആ കുട്ടിക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അനാവശ്യ കുറ്റകൃത്യങ്ങളൊന്നും ആ കുട്ടിയിലില്ല. അന്വേഷിച്ചു നോക്കി ബാപ്പ കൂട്ടുകാരോട് സ്വകാര്യമായി സോപ്പിട്ട് ചോദിച്ചു നോക്കി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു ഇല്ല. പലരും അതിലേക്ക് പോയാലും നിങ്ങളെ മോനതിലില്ല. ആ SSLCക്ക് ശേഷം കുട്ടിയെ ഒന്ന് കരകയറ്റി. നല്ല ലക്ഷ്യമാണ് രക്ഷിതാവിനുള്ളത്, പക്ഷേ ആ ലക്ഷ്യത്തിന്റെ കൂടെ അധ്വാനം കുറഞ്ഞുപോയി, ചിന്തക്ക് കുറച്ച് കുറവ് വന്നുപോയി. കൊണ്ടുപോയി ചേർത്തി. അവിടെ ആ ഹോസ്റ്റലിൽ കുട്ടി താമസിക്കുമ്പോ 6 മാസം കഴിഞ്ഞ് ഒരാഴ്ചത്തെ ലീവിന് കുട്ടി നാട്ടിലെത്തി. ബാപ്പ ചോദിക്കുന്നു, എടാ മോനെ, ജുമഅക്ക് പോകാനൊക്കെ സൗകര്യമുണ്ടോ? അടുത്ത് പള്ളി 5 കിലോമീറ്റർ അകലെയാണ്, ഞങ്ങൾ റൂമിൽ നിന്ന് നിസ്കരിക്കാറാണ്. നമ്മുടെ പൊന്നുമോന്റെ മറുപടിയാണിത്. കേട്ടിട്ട് സഹിക്കാൻ പറ്റുമോ ഉപ്പമാരെ? കേട്ടു നിന്ന് കൊടുത്ത് സമ്മതം മൂളുന്നുണ്ടോ നിങ്ങള്? സാരമില്ലെന്നാണോ പറയുന്നത്? ജുമഅ നിസ്കരിക്കണ്ടെന്നാണോ പറയുന്നത്? നമ്മളെ ഈമാൻ ആദ്യം പരിശോധിക്കണം, എന്നിട്ട് കുട്ടിയുടെ ഈമാൻ പരിശോധിക്കാം. 5 കിലോമീറ്റർ അകലെയാണ്, ദൂരത്താണ് ജുമഅക്ക് പോകേണ്ട സ്ഥലം. റൂമിലുള്ള ആളുകൾ ആരും പോകാറില്ല. കുറെ കുട്ടികൾ ഇവിടുത്തുണ്ട്, മലപ്പുറത്തുള്ള കുട്ടികളുണ്ട്, കോഴിക്കോട്ടുള്ള കുട്ടികളുണ്ട്. ആരും പോകല്ല മോനെ, ആരും പോകല്ല, അതുകൊണ്ട് ഞാനും പോകല്ല. പിന്നെ ആ കുട്ടിക്ക് വസൂല് കൊടുത്തിട്ടാണ് പിറ്റേ ഒരാഴ്ചക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഞാനീ പറയുന്ന സത്യം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വണ്ടിക്കൂരെടുത്ത് കൊണ്ടാൽ മതി, ഞാൻ കാണിച്ചു തരാം. ഇന്നും കാണിച്ചു തരാം. പിന്നെ നമ്മൾ വാദം മാത്രം പറഞ്ഞാൽ മതിയോ?
ചരിത്രം അങ്ങനെ പറഞ്ഞിട്ട് കേൾക്കാൻ നല്ല സുഖമുള്ള വാളാട്ടെന്നെ പറഞ്ഞ് ആ ബീവിന്റെ ചരിത്രമൊക്കെ മഹാസംഭവം എന്ന് പറഞ്ഞാൽ മതിയോ? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? നമ്മളെ സ്വന്തത്തിലേക്കൊന്ന് ചിന്തിക്കണ്ടേ? സ്വന്തം വീട്ടിലേക്കും കുടുംബത്തിലേക്കും ഒന്ന് ആലോചിക്കണ്ടേ? 5 വർഷമാണ് ഈ കുട്ടി അവിടെ ബിരുദത്തിനും ബിരുദാനന്തരത്തിനും പഠിക്കണം. പക്ഷെ പഠിക്കുമ്പോ ആ കുട്ടിക്ക് ഇസ്ലാമികമായിട്ടുള്ള ഖൈറാത്തുകളൊന്നും മുടങ്ങാൻ പാടില്ല. അതൊരു കണ്ടീഷനാണ്. ഒന്നും മുടങ്ങാൻ പാടില്ല. ജോലിക്ക് പോകുന്ന ആളുകളോട് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ജോലിക്ക് പോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിസ്കാരം മുടങ്ങാൻ പാടില്ല. ആടിനെ മേച്ചിരുന്ന സ്വഹാബത്തില്ലേ, ഒട്ടകത്തെ മേച്ചിരുന്ന സ്വഹാബത്തില്ലേ, കൃഷി ചെയ്തിരുന്ന സ്വഹാബത്തില്ലേ, അവരോടൊക്കെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം, നിങ്ങൾ കുന്നിൻ മുകളിലാകുമ്പോൾ ജമാഅത്തിന് ഇങ്ങോട്ട് വരാ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കണം. ഉറക്കെ നിങ്ങൾ വാങ്ങി കൊടുക്കണം. നിങ്ങളെ കൂട്ടത്തിൽ മുതിർന്ന ആൾ ഇമാമത്ത് നിൽക്കണം. എന്നിട്ട് അവിടുന്ന് ജമാഅത്തായി നിസ്കരിക്കണം. നിങ്ങളെ ജോലി ഒരിക്കലും നിസ്കാരത്തിന് തടസ്സമാകരുത്. കച്ചവടം ഒരിക്കലും നിസ്കാരത്തിന് തടസ്സമാകരുത്. യാത്ര ഒരു നിലക്കും നിസ്കാരത്തിന് തടസ്സമാകരുത്. പഠനവും നിസ്കാരത്തിന് തടസ്സമായി കൂടാ. നമ്മളെ പൊന്നുമോന് വന്ന് പറഞ്ഞ ഈ വാക്കിന് രക്ഷിതാവിന് എന്ത് പറയാനുണ്ട്? രക്ഷിതാവ് ചിന്തിക്കുന്നത് ആരോടും മിണ്ടണ്ട, ആരോടും പറയണ്ട. 2.5 ലക്ഷം കിട്ടിയതല്ലേ ഇക്കൊല്ലത്തേക്ക് വേണ്ടി, കുട്ടി പഠിച്ചോട്ടെ, അടുത്തൊരു കൊല്ലം കൂടി ഉള്ളൂ, സഹിക്കാൻ പറ്റുമോ? നാളെ ആഖിറത്തിൽ ആ കുട്ടി നമ്മൾ അവിടെ ഹാജരാക്കിയിട്ട് 2 വർഷം എന്റെ നിസ്കാരം പോകാനും എന്റെ ജുമുഅ പോകാനും കാരണം ഈ ഉപ്പയാണ് ഈ ഉമ്മയാണെന്ന് പറഞ്ഞാൽ പരിഹരിച്ചു കൊടുക്കാൻ കഴിയോ? ഉപ്പമാരെ പരിഹരിച്ചു കൊടുക്കാൻ കഴിയോ? ആഖിറത്തില് ഈ ഉമ്മയാണ് എന്റെ നിസ്കാരം മുടങ്ങാൻ കാരണമെന്ന് പറഞ്ഞാൽ പരിഹരിച്ചു കൊടുക്കാൻ കഴിയോ? വെറുതെയാണോ? ഫാബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മാതാപിതാക്കളാണ് കുട്ടികളെ നസ്രാനിയാക്കുന്നത്, മജൂസിയാക്കുന്നത്, യഹൂദിയാക്കുന്നത്. വേറെ ആരിലേക്കും അല്ലാഹു ആ കാരണം ചേർത്ത്, നബിതങ്ങൾ ആ കാരണം ചേർത്തി പറയാതിരുന്നത് നമുക്കതിന്റെ പിന്നിൽ വലിയൊരു ബന്ധമുണ്ട്. നിങ്ങൾ അന്വേഷിച്ചോളൂ, ചിന്തിച്ചോളൂ. ഇങ്ങനെ നിസ്കാരം നല്ലോണം ശീലിച്ച ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് നിസ്കാരവും ജുമുഅയും ജമാഅത്തും ഖുർആനോത്തും ഒക്കെ അങ്ങോട്ട് അസ്തമിച്ചു പോയാൽ പിന്നെ ലഹരി കയറി വരുന്നതിന് എത്ര എളുപ്പമാ. മദ്യക്കുപ്പി കിട്ടുമ്പോ കുടിക്കാൻ എന്തൊരു സുഖമാ മാറിയിരുന്നു. അതേ സമയത്ത് നമ്മളെ വകുപ്പിൽ ഈ സൗകര്യങ്ങൾ വന്നപ്പോ, സംവിധാനങ്ങൾ വന്നപ്പോ കുട്ടിക്ക് തീർത്തും അതിന് പറ്റുന്ന അവസരം വന്നു. നമ്മൾ നല്ല കരുത്തോടെ ചിന്തിക്കണം. യുവതീ യുവാക്കൾ 2 ടീമുമുണ്ട് ഈ രൂപത്തിൽ ജീവിക്കുന്നവര്. അതുകൊണ്ട് മക്കളെ കൊണ്ടുപോയി അകലെ ചേർത്തുന്ന ആളുകൾ ഏത് രാജ്യത്ത് രാഷ്ട്രത്തിൽ നിങ്ങൾ ചേർത്തിയാലും ഇസ്ലാമികമായ നന്മകൾക്ക് ഒരു മുടക്കവുമില്ലാത്ത രൂപത്തിലുള്ള പഠനമേ കൊടുക്കാവൂ, ജോലിയെ പഠിപ്പിക്കാവൂ. അതിനെ അല്ലാഹ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു ജോലി പഠിപ്പിക്കണം എന്ന അല്ലാഹുവിന്റെ കൽപ്പനയില്ല. എങ്ങനെയെങ്കിലും ഒരു ബിരുദമായി കൊടുക്കണമെന്ന നിർദ്ദേശമില്ല. എങ്ങനെയെങ്കിലും ഒരു ഉയർന്ന സ്റ്റാറ്റസിലേക്ക് ഉയർത്തണമെന്ന ചിന്തയില്ല. അങ്ങനെ നിർദ്ദേശം ഇസ്ലാമിലില്ല. നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മളെ മക്കൾ വരും. നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. നിങ്ങളെ ശത്രുക്കളായിട്ട് നിങ്ങളെ ഇണകൾ വരും. നല്ലോണം സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. എങ്ങനെ അവർ ശത്രുക്കളായി വരും? മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, നന്മയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുമ്പോ പിന്നെ ആ മകനും ആ മകളും ആ ഭാര്യയും വളർന്നു വരുന്നത് നേരെ എതിരാളികളായിട്ടാണ്. ഇസ്ലാമിന്റെ ഭാവങ്ങൾ മുഴുവനും കൈയൊഴിച്ച് നിഷിദ്ധമായ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിലേക്ക് സ്വീകരിച്ച്, ലഹരി വേണോ ലഹരിയുണ്ട്, മസ്ത് വേണോ മസ്തുണ്ട്, അനാവശ്യ രംഗങ്ങൾ വേണോ അതുണ്ട്, ശരീരത്തിന്റെ സുഖങ്ങൾ വേണോ അതുണ്ട്, കണ്ടിട്ടുള്ള സുഖമുണ്ട്, കേട്ടിട്ടുള്ള സുഖമുണ്ട്, സംസാരിച്ചിട്ടുള്ള സുഖമുണ്ട്, എല്ലാ അനാവശ്യങ്ങളും കൂടെ വന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും. അല്ലാഹു കരുതിയിരിക്കാൻ പറഞ്ഞില്ലേ, സൂക്ഷിക്കാൻ പറഞ്ഞില്ലേ? നിങ്ങളെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കൾ വരും, നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. നിങ്ങളതിന് കാരണക്കാരാകരുത്, നിങ്ങളതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാകരുത്. നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വഴി നടത്തണം.
ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ എത്ര വലിയ പണ്ഡിതനാണ്. ശിഷ്യന്മാര് വന്നാൽ സംശയം തീർത്തു കൊടുക്കാൻ വലിയ കഴിവാണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അത്ര പ്രാഗൽഭ്യമുള്ള ആളുണ്ടോ എന്ന് അന്നത്തെ കാലത്ത് ആളുകൾക്ക് സംശയമായിരുന്നു. ഏത് പണ്ഡിതൻ വന്നാലും മുത്തഅല്ലിം വന്നാലും സംശയിക്കുന്ന വിഷയങ്ങൾ സംശയം മുഴുവൻ ദൂരീകരിച്ചു കൊടുത്തുകൊണ്ട് കൃത്യമായി വിഷയം പറയാൻ പറ്റുന്ന പണ്ഡിതനാണ്. പക്ഷേ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഈ ശിഷ്യൻ മരിക്കുന്ന സമയത്ത് തൊട്ടടുത്തുണ്ട്. ഉസ്താദ് കലിമ ചൊല്ലി കൊടുക്കുന്നുണ്ട്. കുട്ടി കലിമ ചൊല്ലുന്നില്ലെന്ന് മാത്രമല്ല, ഞാനങ്ങനെ ചൊല്ലൂല. ലാ അഖൂലു ഹകദാ, ലാ അഖൂലു ഹകദാ. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂല. ഇന്നി ബരീഉം മിനൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിൽ നിന്ന് ഒഴിവാണ് എന്നും പറഞ്ഞിട്ട് ആ കുട്ടി കണ്ണടച്ചത്. വലിയ പണ്ഡിതനായ മനുഷ്യൻ കണ്ണടച്ചത്. അങ്ങനെ അങ്ങ് കണ്ണു ചീമി പരലോകത്തേക്ക് നീങ്ങിപ്പോയി. 40 ദിവസം ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ധർമ്മസങ്കടത്തിലാണ്. ജമാഅത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുമെങ്കിലും ആരോടും സംസാരിക്കാറില്ല. കാരണം ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ ദുഃഖം, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ സങ്കടം ഈ രൂപത്തിൽ ഇൽമൊക്കെ പഠിപ്പിച്ച് എല്ലാ കിതാബുകളിലും വലിയ പാണ്ഡിത്യമുള്ള ഏത് മുത്തഅല്ലിമോ എന്ന് സംശയം ചോദിച്ചാലും തീർത്തു കൊടുക്കാനുള്ള പ്രാഗൽഭ്യമുള്ള ഒരു പണ്ഡിതനായ ശിഷ്യൻ മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലി കൊടുത്തിട്ട് ചൊല്ലൂലാതെ മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് രാജിയായി പോയി. എന്റെ മുത്തഅല്ലിമിന്, എന്റെ ശിഷ്യന് എന്ത് സംഭവിച്ചു പോയി? 40 ദിവസം ഈ വിഷയത്തിൽ മഹാനവറുകൾ വലിയ സങ്കടത്തിലാണ്. ആരോടും സംസാരമില്ലാത്ത രൂപത്തില് ആ ഒരു ശിഷ്യന് സംഭവിച്ച ഒരു വലിയ ദുർഗതിയെ പറ്റി ചിന്തിക്കുന്നു. അതിനുശേഷം ഒരിക്കൽ ശിഷ്യനെ കണ്ടപ്പോ ആ ശിഷ്യനെ മലക്കുകൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതാ കണ്ടത്. ചോദിച്ചു, വൈഹക യാ മിസ്കീൻ ബിമ നുസിഅതി മിൻകൽ മഅരിഫ. ഓ സാധുവായ മനുഷ്യ, വലിയ ആത്മജ്ഞാനം നിനക്ക് നൽകപ്പെട്ടിരുന്നല്ലോ. നിന്റെ മനസ്സിൽ നിന്ന്, നിന്റെ തലച്ചോറിൽ നിന്ന്, നിന്റെ ബുദ്ധിയിൽ നിന്ന് ആ മാരിഫത്ത് മുഴുവനും എങ്ങനെയാണ് ഊരപ്പെട്ടു പോയത്? ഒരു ചെറിയ അറിവെങ്കിലും ഉണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ കലിമ ചൊല്ലൂലേ? ഇസ്ലാമിലായിട്ട് നീ മൗത്താകൂലേ? കുട്ടി പറഞ്ഞു, ഉസ്താദേ. ശിഷ്യനായ പണ്ഡിതൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ 3 വിഷയങ്ങളെ കൊണ്ട് അള്ളാഹു എനിക്ക് നൽകിയ മാരിഫത്ത്, അള്ളാഹു എനിക്ക് നൽകിയ ആത്മജ്ഞാനം, റബ്ബിന്റെ ദീനിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, ഇസ്ലാമികമായ ദർശനങ്ങളെ കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ടല്ലോ, അതിന്റെ സ്വാധീനം മുഴുവനും തകർന്നു തരിപ്പണമായി പോയി. ഒന്നാമത്തെ കാര്യം, വർഷത്തിൽ ഒരു ദിവസം എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു രഹസ്യ രോഗത്തിന് വേണ്ടി ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു കൃത്യമായ അളവിൽ മദ്യപാനം നടത്തിയിരുന്നു. എല്ലാ ദിവസങ്ങളിലുമല്ല, ആഘോഷങ്ങളിലുമല്ല, മറ്റു ഫ്രീഡമുള്ള സമയത്തല്ല, ടൂറ് നടത്തിയ സാഹചര്യങ്ങളിലല്ല. ശരീരത്തിലുള്ള ഒരു രോഗത്തിന് വൈദ്യൻ പറഞ്ഞു കൊടുത്തൊരു ചികിത്സാ നിർദ്ദേശം പ്രകാരം പാലിച്ച് ഒരിക്കൽ മാത്രം ഒരളവിൽ മാത്രം മദ്യപാനം നടത്തിയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ആശ്വാസം രോഗത്തിന് കിട്ടിയിരുന്നു. രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ അത് നടത്തിയത്. സത്യത്തിൽ ഖംറിൽ ഒരു ചികിത്സയും ഇല്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖംറിൽ ഒരു രോഗത്തിനും ചികിത്സയില്ല, അതിലൊരു രോഗത്തിനും മരുന്നില്ല. പക്ഷേ വൈദ്യൻ അങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ രഹസ്യമായി ഞാൻ അങ്ങനെ ചെയ്തു പോയി. നമ്മൾ ആലോചിക്കണം, കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോഴല്ല, ഒരു സൽക്കാരം കിട്ടുമ്പോഴല്ല, ഒരു പാർട്ടി അടിക്കുമ്പോഴല്ല, ഒരു യാത്ര പോകുമ്പോഴല്ല,
വർഷത്തിൽ എന്തെങ്കിലും പുതിയ ആഘോഷങ്ങളോ പുതുവത്സരങ്ങളോ വരുമ്പോഴല്ല, ഒരു നിശ്ചിത കാരണത്തിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി, അതും വർഷത്തിൽ ഒരു തവണ മാത്രം ഉപയോഗിച്ചതുകൊണ്ട് കലിമ ചൊല്ലിയില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ നിന്ന് രാജിയായി പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ യുവതി യുവാക്കൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം നമ്മൾ ആലോചിക്കണം. ഒരിക്കൽ പോലും നുണയാൻ പറ്റാത്ത, മൂത്രം കുടിക്കേണ്ട സാഹചര്യം വന്നാൽ പോലും, കാഷ്ടം കഴിക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ പോലും കുടിക്കാൻ തയ്യാറാകാത്ത രൂപത്തിൽ മഹാന്മാര് മാറ്റിവെച്ചതാണ് ഖംർ എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്. വേറെന്തും വേണമെങ്കിൽ കഴിക്കാം, വേറെന്തും വേണമെങ്കിൽ കുടിക്കാം, പക്ഷെ ഇത് കുടിക്കാൻ പറ്റൂല, ലഹരി ഉപയോഗിക്കാൻ കഴിയൂല. ചികിത്സക്ക് വേണ്ടി അല്പൊന്ന് ലഹരി തരട്ടെ എന്ന് ചോദിച്ചപ്പോ മയക്കാൻ വേണ്ടിയിട്ട് കാല് ഓപ്പറേഷൻ ചെയ്യാണ്, അതുകൊണ്ട് നിങ്ങളെ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം മയക്ക് വസ്തു തരട്ടെ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട അബുൽ ആലിയ റളിയല്ലാഹു അൻഹുവിനോട്. കാല് മുറിച്ചു മാറ്റാൻ, നമ്മൾ ഇന്നത്തെ പോലുള്ള അനസ്തേഷ്യനൊന്നും അന്നില്ല. അപ്പൊ അല്പം ഒന്ന് മയക്ക് വസ്തു തരട്ടെ എന്ന് വെച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ എന്ത് മയക്ക് വസ്തു ഒന്ന് കുടിപ്പിച്ചാലും എന്റെ ബുദ്ധി മാറ്റാൻ കഴിയൂല. ഞാൻ അറിയുന്നത് അങ്ങക്ക് വിഷമെങ്കിൽ കാര്യങ്ങളൊരു കാര്യം ചെയ്തോളി, ഞാൻ ഈ വേദന അറിയുന്നതാണോ നിങ്ങൾക്ക് വിഷമം, നാ ഒരു ഖുർആൻ ഓതുന്ന നല്ലൊരു ഖാരിനെ കൊണ്ടുവന്നോളൂ. അതൊക്കെയാണ് യുവാക്കളെ ലഹരി. ഒരു ഖാരിനെ കൊണ്ടുവരൂ, നല്ലോണം ഓതാൻ അറിയുന്ന ഒരു ഖാരിനെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ ഹാജരാക്കി അങ്ങ് ഓദിക്കൂ. ഖുർആനോത്തിൽ ഞാനങ്ങ് ലയിക്കുമ്പോ എന്റെ രോമങ്ങളൊക്കെ എടുത്തു പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം, എന്റെ കവള് തുടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം, എന്റെ ശരീരത്തിലുള്ള വല്ലാത്ത ആനന്ദവും ആസ്വാദനവും നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾ എന്റെ കാലങ്ങ് മുറിച്ചു മാറ്റിക്കോ, വേദന ഞാൻ അറിയൂല. അങ്ങനെയാണ് അബുൽ ആലിയ റളിയല്ലാഹു അൻഹുവിന് വേദന അറിയാതിരിക്കാൻ വേണ്ടി വൈദ്യന്മാര് നിർദ്ദേശിച്ചതല്ല മഹാനവറുകൾ സ്വീകരിച്ചത്. മഹാനവറുകൾക്കൊരു ലഹരിയുണ്ട്, മഹാനവറുകൾക്കൊരു മസ്തുണ്ട്. അത് ഖുർആനിന്റെ ഓത്ത് കേട്ടിട്ട് ഖുർആൻ ഓതിയിട്ടുള്ളൊരു ലഹരിയാണ്, ഖുർആൻ ഓതിയിട്ടുള്ളൊരു ആസ്വാദനമാണ്. അതുകൊണ്ട് ദുനിയാവിലും നേട്ടമാണ്, ആഖിറത്തിലും നേട്ടമാണ്, എല്ലാ രംഗങ്ങളിലും വിജയമാണ്. സുബ്ഹാനല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ ശിഷ്യന് കലിമ ചൊല്ലാതിരിക്കാനുള്ള കാരണം പറഞ്ഞപ്പോ വർഷത്തിൽ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ഒരു തവണ മാത്രം മദ്യം കഴിച്ചു എന്നൊരു കാരണം പറഞ്ഞില്ലേ? ഞാൻ എന്റെ സ്നേഹിതന്മാരോട് പറയട്ടെ, എന്റെ ചെറുപ്പക്കാരികളോട് പറയട്ടെ, എത്ര ആസ്വാദനമാണ് പലരും ആ ലഹരിയുടെ പേരിൽ പുറത്തേക്ക് പുറന്തള്ളുന്നത്, പറയുന്നത്. ആ ഒരു ആസ്വാദനം അനുഭവിച്ചാൽ വിടാൻ പറ്റൂല എന്നൊക്കെ പലരും അനുഭവങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നാ സഹോദരങ്ങളെ, ഏറ്റവും വലിയ ആസ്വാദനത്തിന്റെ ലോകമുണ്ട്, സ്വർഗലോകം. അതേ സന്തോഷത്തോടെ, ക്ഷമയോടെ, അധ്വാനത്തോടെ അല്പമൊന്ന് നമ്മൾ കടിഞ്ഞാണിട്ടുകൊണ്ട് ശരീരത്തെ സൂക്ഷിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്ന ഒരു ഖംറുണ്ട്, ലദ്ദത്തിൽ ലിശാരിബീൻ. കുടിക്കുന്നവർക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ലഹരി ബാധിക്കൂല, തലവേദന വരൂല, ഛർദി വരൂല, മൂത്രം ധാരാളം ഒഴിക്കാനുണ്ടാകൂല. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. തലവേദനയോ ലഹരിയോ ബാധിക്കാത്ത നല്ല ആനന്ദമുള്ളൊരു ഖംറ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഈ ലോകത്ത് ക്ഷമിച്ച് കഴിയേണ്ടവരാണ്. അങ്ങനെയൊന്നും ക്ഷമ പാലിക്കാതെ വെറുതെ അങ്ങ് നിസ്കരിച്ചിട്ടും ചില പരിപാടിയിലും മാത്രം പങ്കെടുത്തിട്ടും നമ്മളങ്ങ് സ്വർഗത്തിലെത്തുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ ചോദ്യം കേട്ടിട്ടില്ലേ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവരെ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചറിയാതിരിക്കുമ്പോ, നല്ലോണം ക്ഷമയിൽ ജീവിക്കുന്ന ആളുകളെ വേർതിരിച്ചറിയാതിരിക്കുമ്പോ,
അത് പറഞ്ഞാൽ നല്ല ക്ഷമ നമുക്കില്ല, നല്ല കഠിനാധ്വാനമില്ല, പെട്ടെന്ന് അങ്ങ് സ്വർഗത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നുണ്ടോ? നടക്കൂല. ചുരുങ്ങിയ കാലം ശരീരത്തെ തപസ്സിടണം, ക്ഷമയോടെ മുന്നോട്ട് നീങ്ങണം. അനാവശ്യങ്ങളിലേക്ക് ശരീരം എപ്പോഴും ആഗ്രഹിക്കും, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും, അതിനുവേണ്ടിയുള്ള പ്രേരണകൾ ധാരാളം ഭാഗത്ത് നിന്ന് നമ്മളെ സ്വാധീനിക്കും. പക്ഷേ മഹാന്മാര് ക്ഷമിച്ചതുപോലെ, സഹിച്ചതുപോലെ, അല്ലെങ്കിൽ അതിന്റെ താഴെയായിട്ടെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫുളൈൽ ബിൻ ഇയാദ് തങ്ങളെ ശിഷ്യന്റെ കഥ പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നുണ്ടാവും രണ്ടെണ്ണം കൂടി ഏതാ ഉള്ളത്. ഒറ്റ വാക്കിൽ പറയാൻ നീട്ടി പറഞ്ഞാൽ നമ്മളെ വിഷയം വേറെ ആയി പോകും. രണ്ടാമത്തെ ഒരു കാര്യം, ആ പണ്ഡിതനുണ്ടായിരുന്നത് അതും ശ്രദ്ധിക്കേണ്ടതാണ്. മരണനേരത്ത് നല്ലോണം ബുദ്ധിമുട്ടത് കൊണ്ട് രണ്ടാമതൊന്നുണ്ടായിരുന്ന നമീമത്താണ്. നമീമത്ത് ചെറിയ രോഗമൊന്നുമല്ല. അള്ളാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ഫിത്നയും ഫസാദും വളർത്തുന്ന സംസാരം ഉണ്ടാകാൻ പാടില്ല. അതാണ് നമീമത്തിന്റെ ചുരുക്കം. ഇനിയിപ്പോ അതിന്റെ ഡെഫിനിഷനും ആയത്തെ കൂടി പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ഫിത്നയും ഫസാദ് ഉണ്ടാക്കുന്ന സംസാരം അന്യോന്യം ഉണ്ടാക്കാൻ പാടില്ല. ഒരാളെ പറ്റി ഫസാദ് ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു സംസാരം നടത്തരുത്. അതാണ് നമീമത്ത്. ശിഷ്യന്മാരെ പറ്റി, ഈ ശിഷ്യന്മാരെ പറ്റി ഉസ്താദിനോട് ഒന്ന് പറയും, ഉസ്താദിനെ പറ്റി ശിഷ്യന്മാരോട് വേറൊന്ന് പറയും. അതേന്നു ഈ കെലിമ ചൊല്ലാൻ കിട്ടാത്ത ഈ പണ്ഡിതന്റെ ഒരു സ്വഭാവം. അതിന്റെ പേരാ നമീമത്ത്. അത് ചെറിയ രോഗമൊന്നുമല്ല. ചീത്ത സ്വഭാവമുള്ള ആൾക്കാരെ അടയാളങ്ങളിൽ അല്ലാഹു തആല എണ്ണിയതാണ് നമീമത്ത് എന്നുള്ളത്. മശാഇം ബിനമീം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ദുസ്വഭാവികളുടെ അടയാളങ്ങളിലാണ് അല്ലാഹു എണ്ണിയത്. നമീമത്തുമായിട്ട് നടക്കുന്ന ആൾക്കാർ മുഅ്മിനീങ്ങൾക്ക് ചേർന്ന ഒരു നിലക്കും ചേർന്ന സ്വഭാവമല്ല നമീമത്ത്. പരദൂഷണം മേഷണിയൊന്നും നമുക്ക് ചേർന്നതല്ല. അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു സന്ദർഭം വന്നാൽ ഒന്നുകിൽ നമ്മൾ അവിടുന്ന് എണീറ്റ് പോകണം, അല്ലെങ്കിൽ തടയാൻ പറ്റുകയാണെങ്കിൽ തടയണം, അല്ലെങ്കിൽ നിർത്തണം എന്ന് അവരോട് താക്കീത് ചെയ്ത് പറയണം. വേറൊന്നും സംസാരിക്കാല്ലേ എന്ന് പറയണം. ഫിത്നയും ഫസാദ് ഉണ്ടാക്കുന്ന രൂപത്തിൽ സംസാരങ്ങൾ പാടില്ല. നമ്മളെ അമലും നമ്മുടെ ഈമാനൊക്കെ പൊളിഞ്ഞു പോകുന്നതുകൊണ്ട് അതും ഒരു കാരണം തന്നെയാണ്. 3 കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ ഒരു കാരണമാണ്. മൂന്നാമത്തെ കാരണം, ശിഷ്യന്മാരോട് വലിയ അസൂയയായിരുന്നു ഉസ്താദിന്റെ ശിഷ്യന്മാരോട്. ഉസ്താദിന്റെ ശിഷ്യന്മാരെ മുന്നിൽ ഞാനാകണം ഏറ്റവും അടുത്ത ആള്. വേറെ ആരും ഉസ്താദിന്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുള്ള ആളാകാൻ പാടില്ല എന്ന നിലക്ക് ചില സംഗതികൾ ഹസദ് കൊണ്ട് ശിഷ്യന്മാരോടും ശിഷ്യന്മാരോടും ആ പണ്ഡിതൻ പങ്കുവച്ചിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നിഅമത്തിൽ ഹസദ് വന്നു കഴിഞ്ഞാൽ ഖൽബിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും കടുത്ത രോഗമാണ് ഹസദ്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ആദ്യം മനുഷ്യനിൽ നിന്ന് ഉണ്ടായിത്തീർന്ന രോഗവും ഹസദാണ്. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ആ ബക്കറ്റ് ഫുള്ളാക്കി സംഭാവന കൊടുത്തിങ്ങോട്ട് വിടണം. അതിന്റെ ഹാഫ് മാത്രം പോരെ, കൈവിന്റെ പരമാവധി ബക്കറ്റ് ഫുള്ളാകണം. സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ചുള്ള മജ്‌ലിസാണല്ലോ. നല്ല സംഭാവന കൊടുത്തോളി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, ഹസദ് എന്ന രോഗമാണല്ലോ ഇബ്ലീസിന് പറ്റിയ ആദ്യത്തെ രോഗം. ഞാനിവിടെ പുറത്തായിട്ട് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയോട് സ്വർഗത്തിൽ കഴിയേ, അത് നടക്കൂല. അവന്റെ മനസ്സിൽ വന്ന ആദ്യത്തെ രോഗം അതാണ്. മനുഷ്യകുലത്തിലും ആദ്യമുണ്ടായ രോഗം ഹസദാണ്. ഹാബീല് ഖാബീലിന് ഇടയിലുണ്ടായ രോഗം. ഹാബീല് നല്ല മനുഷ്യനാണ്. ഹാബീലിന്റെ വിഷയം ഹാബീലിന്റെ വിഷയം അംഗീകരിക്കാതെ മനസ്സിൽ മൂർച്ച കൂട്ടി വന്ന വിഷയം ഹസദാണ്. ആ ഹസദ് മൂത്തപ്പെടല്ലേ മനുഷ്യകുലത്തിൽ ആദ്യത്തെ കൊലപാതകം നടന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ വിളിച്ചു ഉപദേശിച്ചു, മക്കളെ നിങ്ങൾ നല്ല നിലക്ക് അല്ലാഹുവിന്റെ നിയമം നടപ്പിലാക്കി മുന്നോട്ട് പോകണം, അന്യോന്യം ഹസദ് വെക്കാതെ ജീവിക്കണം എന്നും പറഞ്ഞ് മഹാനവർകൾ തവാഫ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് നീങ്ങിയപ്പോ മത്താഫിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റടിച്ച് വീശി. ആ കാറ്റിന് രക്തത്തിന്റെ മണമാണ്. ചുറ്റുഭാഗം നോക്കുന്ന സമയത്ത് അതാ മരുഭൂമിയുടെ കളർ
മുഴുവനും രക്തക്കളറായി മാറിയിട്ടുണ്ട്. എന്തേ കാരണം? ആദ്യമായിട്ട് മനുഷ്യന്റെ രക്തം ഭൂമിയിൽ ഉറ്റിപ്പോയി. അതിന് കാരണമായി വർത്തിച്ചത് ഹസദാണ്. എന്റെ ഖുർബാൻ അല്ലാഹ് സ്വീകരിച്ചില്ല, നിന്റെ ഖുർബാൻ അല്ലാഹ് സ്വീകരിച്ചു അല്ലേ? നിന്റേത് മാത്രം അങ്ങനെ സ്വീകരിച്ചാൽ എങ്ങനെ ശരിയാകൂല? അതുകൊണ്ട് നിന്റേത് സ്വീകരിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലഅഖ്തുലന്നക, നിന്നെ ഞാൻ അങ്ങ് കൊന്നുകളയും എന്ന് താക്കീത് ചെയ്ത് ഹാബീലിനോട് ഹാബീൽ പറഞ്ഞു. എന്റെ ഖുർബാൻ എന്തേ അല്ലാഹ് സ്വീകരിക്കാതിരുന്നത്? എന്റെ ദാനം അല്ലാഹ് സ്വീകരിച്ചില്ല, നിന്റെ ദാനം സ്വീകരിച്ചല്ലോ. അത് നിന്റെ നീയത്ത് നന്നാകാത്ത കൊണ്ട് അല്ലാഹ് സ്വീകരിക്കാതിരുന്നതാണ്. നിന്റെത് എങ്ങനെ സ്വീകരിച്ചത് എനിക്ക് ദഹിക്കൂല. ആ ദഹനക്കേട് കൊണ്ടാണ് കൊലപാതകം നടന്നത്. ആ ഹസദും ഉണ്ടായിരുന്നു ഈ പണ്ഡിതനിൽ. ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങ് മേളിച്ചപ്പോ ഇത്രയും കാലം റബ്ബ് തആല മനസ്സിൽ കൊടുത്തൊരു മാരിഫത്ത്, വലിയ ഒരു സംഭവമല്ലേ അറിവെന്ന് പറയുന്നത്. ആത്മീയമായ അറിവിന് എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. ഖുർആനിന്റെ തഫ്സീർ അറിയുക, ഹദീസുകൾ അറിയുക, കർമ്മശാസ്ത്ര മസ്അല അറിയുക, അത് ചെറിയൊരു കഴിവൊന്നല്ല. ലോകത്ത് അല്ലാഹു നൽകുന്ന അറിവുകളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള അറിവ്. എല്ലാം നീങ്ങിപ്പോകാനുള്ള കാരണങ്ങൾ ഇതെണ്ണി പറഞ്ഞെങ്കിൽ ആ കൂട്ടത്തിൽ ഒന്നാണല്ലോ മദ്യപാനമെന്ന് പറയുന്നത്. നിത്യേന ശീലമാക്കിയതല്ല. അതുകൊണ്ട് നമ്മളെ ഈമാന് തകർന്നു പോകരുത്. അല്ലാഹു തന്ന ഈമാന് സംരക്ഷിക്കാനുള്ളതാണ്, സൂക്ഷിക്കാനുള്ളതാണ്. കെടാതെ സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ പാരമ്യതയിൽ എത്തിക്കുന്നത് വരെ കഠിനാധ്വാനത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ളതാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അത് വിറ്റയിക്കാനുള്ളതല്ല, ചെലവഴിക്കാനുള്ളതല്ല, തീർക്കാനുള്ളതല്ല. നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ. ഈ കാലഘട്ടത്തിൽ എന്തിനും അവസരങ്ങൾ ഇനി പുതിയ കാലഘട്ടത്തിൽ വരും. പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വേണം. അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ, കഠിനാധ്വാനം ചെയ്തിട്ട് നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. ക്ഷമ പാലിച്ചിട്ട് നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. അപ്പോഴേ നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്തായ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂ. ഈമാന് കാത്തു സൂക്ഷിച്ച് വിജയിക്കാൻ പറ്റൂ. മുൻഗാമികളോ കണ്ടില്ലേ നിങ്ങൾ? ഹറാമിന്റെ പേരിൽ എത്ര ത്യാഗമാണ് അവർ ചെയ്തത്. ഇന്നെല്ലാത്തിനും എളുപ്പമാണ്. ഇന്നൊരു മദ്യം കിട്ടാൻ പ്രയാസമല്ല. ആരെങ്കിലും കാണാതെയോ കണ്ടിട്ടോ കുടിക്കാനൊരു പ്രയാസമല്ല. ഞാൻ ഇഷ്ടം പോലെ ആളുകളല്ലേ, സഹായികളല്ലേ, ഇതിന് എല്ലാറ്റിനും സഹായമല്ലേ കിട്ടുന്നത്. പക്ഷേ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവറുകളോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, യാ അബാ അബ്ദില്ലാഹ് ഹൽ സമീത ബിബലാഇൻ വഅദാബിൻ അശദ്ദു മിമ്മാ നഹ്നു ഫീഹി, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കാളും വലിയ പ്രതിസന്ധിയും ശിക്ഷയും നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ലൗ നദർതും മാ അൻതും ഫീഹി, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഒരു പ്രതിസന്ധിയൊന്നുമല്ല. മുൻകാലത്ത് കഴിഞ്ഞു പോയ പ്രതിസന്ധിയും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും നോക്കുകയാണെങ്കിൽ ലകാന മാ അൻതും ഫീഹി മിസ്ല ദുഖാനി ഇൻദന്നാർ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി വെറും പുക മാത്രമാണ്. തീ കത്തുമ്പോൾ വരുന്ന പുകയില്ലേ, പുക മാത്രമാണ്. മുൻഗാമികളുടേത് തീയായിരുന്നു, നിങ്ങൾ അനുഭവിക്കുന്നത് പുക മാത്രമാണ്. അത്ര ചെറിയ പ്രതിസന്ധിയാ നിങ്ങൾ അനുഭവിക്കുന്നത്. മുൻഗാമികൾ അനുഭവിച്ച ചെറിയ പ്രതിസന്ധിയല്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലേ, ബനൂ ഇസ്രായേലിലെ ഒരു വിശ്വാസിയായ മാതാവ്, വിശ്വാസിനിയായ ഒരു പെണ്ണ്, സാറ എന്നാണ് ആ പെണ്ണിന്റെ പേര്. ആ പെണ്ണിനെ രാജാവ് കൊണ്ടുവന്നു. അന്നത്തെ കാലത്തെ രാജാവ് ജനങ്ങളെ ഹറാമ് തീറ്റിക്കുന്ന രാജാവായിരുന്നു. ഹറാമിന് വേണ്ടി അധ്വാനിപ്പ് ജനങ്ങളെ ശിക്ഷിക്കുന്ന ആളായിരുന്നു. ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ അടുത്ത് സാറ എന്ന് പറയുന്ന സഹോദരിയെയും 7 ആൺമക്കളെയും കൊണ്ടുവന്നു. ആ പെണ്ണിന് 7 ആൺമക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ പണി എന്താണെന്നറിയോ? കാന യഫ്തിനുന്നാസ അലാ അക്ലി ലഹ്മിൽ ഖനാസീർ, മദ്യം പോലെ നിഷിദ്ധമായ ഒന്നല്ലേ ലഹ്മുൽ ഖിൻസീർ.
ഖിൻസീർ, പന്നി ഇറച്ചി ഭക്ഷിക്കുന്നത് ഹറാമാണ്. അല്ലാഹു അല്ലേ അത് ഹറാമാക്കിയത്. വേറെ ഏതെങ്കിലും ഒരു രാജാവോ ഒരു രാഷ്ട്രപിതാവോ ഒരു മന്ത്രിയോ ഒരു സ്ഥാനപതിയോ അല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്. ആ ലഹ്മുൽ ഖിൻസീർ ഭക്ഷിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചുകൊണ്ട് ഈ പെണ്ണിനെയും 7 ആൺകുട്ടികളെയും അവിടെ കൊണ്ടുവന്നു. ഉമ്മാനെ ഒരു ഭാഗത്ത് നിർത്തി. അവര് സഹിച്ച ത്യാഗം നമ്മൾ നോക്കണം. ഹറാമു ഭക്ഷിച്ചാൽ അവർക്ക് കിട്ടുന്ന സുഖം രാജകീയമായ സുഖമാണ്, കൊട്ടാരത്തിലുള്ള പറുദീസകളാണ്. പക്ഷേ അല്ലാഹ് ഹറാമാക്കിയതല്ലേ, അല്ലാഹ് നിഷിദ്ധമാക്കിയതല്ലേ. ഞാനത് തൊടൂല, ഞാനത് ഭക്ഷിക്കൂല എന്നവർ തീർച്ചപ്പെടുത്തി പറയുമ്പോ അവർക്ക് കിട്ടുന്ന ശിക്ഷയുണ്ടല്ലോ, അത് സഹിക്കുകയാണ്, അല്ലാഹുവിന് വേണ്ടി ക്ഷമയോടെ ഏൽക്കുകയാണ്. മൂത്ത മകനെ വലിയ മകനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ മകന്റെ അടുത്തേക്ക് പന്നി ഇറച്ചിയുടെ പാത്രം അടുപ്പിച്ചു വെച്ചു. രാജാവ് പറഞ്ഞു, കുൽ, നീ അതിൽ നിന്ന് തിന്നണം. ആ കുട്ടി പറഞ്ഞു, മാ കുന്തു ലാ അകുലു ശൈഅൻ ഹറമഹുല്ലാഹു അസ്സ വജല്ല അബദാ. അല്ലാഹ് ഹറാമാക്കിയൊരു സാധനമാണിത്, ഒരു കാലത്തും ഞാനിത് കഴിക്കൂല. ധീരോദാത്തമായി മറുപടി കൊടുത്തു. വലിയ മകൻ പറഞ്ഞു, 7 മക്കളിൽ വലിയ മകൻ പറഞ്ഞു, അല്ലാഹ് ഹറാമാക്കിയ സംഗതിയാണ്, ഒരു നിലക്കും ഞാനത് ഭക്ഷിക്കൂല. അപ്പൊ പിന്നെ രാജാവിന്റെ ഉത്തരവ്, എന്നാൽ ഈ മനുഷ്യനങ്ങ് പിടിച്ചു മാറ്റൂ, അയാളെ 2 കൈയും 2 കാലും മുറിക്കൂ. നമ്മൾ ആലോചിക്കണം സഹോദരിമാരെ, സ്വന്തം ഉമ്മാന്റെ മുന്നിൽ വെച്ചാണ് ബാക്കി 6 സഹോദരങ്ങളും ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. 2 കൈയും 2 കാലും രാജാവ് മുറിച്ചു മാറ്റാൻ ഉത്തരവിട്ടപ്പോ 2 കൈയും മുറിച്ചു, 2 കാലും മുറിച്ചു. പിന്നെ അങ്ങനെ ഓരോ അവയവങ്ങളായി മുറിച്ചു മാറ്റി. അവസാനം അതാ അവസാനത്തെ അവയവം മുറിച്ചു മാറ്റുന്ന നേരത്ത് ആ വലിയ മകൻ ദുനിയാവിൽ നിന്ന് അല്ലാഹുവിലേക്ക് നീങ്ങിപ്പോയി. രണ്ടാമത്തെ ആളെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, കുൽ, ഈ പന്നി ഇറച്ചിയിൽ നിന്ന് നീ ഭക്ഷിക്കണം. രണ്ടാമത്തെ ആള് പറയുന്നു, ഇല്ല, അല്ലാഹ് ഹറാമാക്കിയതല്ലേ, ഞാനത് ഭക്ഷിക്കൂല. അവരെ മുദ്രാവാക്യം അതാണ്. സ്വന്തം ഉമ്മാന്റെ മനസ്സിന് സന്തോഷമാണ്. മക്കളെ ഈമാൻ ഇഖ്ലാസ് പ്രതിസന്ധി ഘട്ടത്തിലും അവര് പണയം വെച്ചില്ലല്ലോ. ദുനിയാവിലെ ജീവിതം മോഹിച്ച് രാജാവിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ രാജാവ് പറയുന്ന എല്ലാ സംഗതികളും കിട്ടും. ഒരു കുറച്ച് ഇറച്ചി, 2 കഷ്ണം എടുത്തൊന്ന് ഭക്ഷിച്ചാൽ മതി. ഇല്ലേ, ഇല്ല, ജീവന് ഭീഷണി നേരിട്ടിട്ട് പോലും ഇല്ല, അല്ലാഹ് ഹറാമാക്കിയത് ഭക്ഷിക്കൂല. രാജാവ് പറയുന്നു, കൊണ്ടുവാ. അപ്പതാ സൈന്യം വരുന്നു. എന്താ രാജാവേ വേണ്ടത്? വലിയ ഒരു ചട്ടി കൊണ്ടുവരണം, ഇരുമ്പിന്റെ ചട്ടി കൊണ്ടുവരണം, ചെമ്പിന്റെ ഒരു ചട്ടി കൊണ്ടുവരണം. എന്നിട്ടതിൽ നിറയെ എണ്ണ ഒഴിക്കണം. ആ എണ്ണയൊന്ന് തിളപ്പിക്കൂ. സുബ്ഹാനല്ലാഹ്, തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ഈ രണ്ടാമത്തെ മകനെ വലിച്ചെറിഞ്ഞു പോയി. അപ്പോഴും ഉമ്മൊരു ഭാഗത്ത് നോക്കി നിൽക്കുകയാണ്. ആ വറച്ചട്ടിയുടെ മുന്നിൽ വെച്ച് പോലും പതറിപ്പോയില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അങ്ങനെയുള്ള ജിഹാദും സബറൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചതാണ് സ്വർഗം. ഈ ദുനിയാവിൽ കിട്ടുന്നത് മുഴുവനും ചുളിവിലൂടെയും അല്ലാതെയും വാങ്ങി തിന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മേണ് കയറാൻ പറ്റുമെന്ന് കരുതി കൂട്ടണ്ട. അങ്ങനെ ചിന്തിക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഉപായത്തിൽ മറക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഫിനിഷ് ആക്കാൻ അങ്ങനെ നടക്കൂല. നല്ലോണം കഠിനാധ്വാനം ചെയ്ത് നല്ലോണം സബർ വേണം. ആഖിറത്തിൽ ജയിക്കണമെങ്കിൽ, മരണത്തിൽ ജയിക്കണമെങ്കിൽ, മരണാനന്തരം ജയിക്കണമെങ്കിൽ നല്ല സബർ വേണം, നല്ല ക്ഷമ വേണം. ദുനിയാവിൽ നിഷിദ്ധങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഇനി പലതും ഹലാലായി വരും. നമ്മുടെ നാട്ടില് നിയമങ്ങൾ അങ്ങനെ വരും, കോടതി അങ്ങനെ ഉത്തരവിടും, എല്ലാ ഭാഗത്തും അതിന്റെ ശാലകളൊക്കെ തുടങ്ങും. അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയണം. വേറൊരു രക്ഷയില്ല. ആ രക്ഷപ്പെടുത്താനാ നമ്മളെ, ആ രക്ഷപ്പെടുത്താൻ, ആ റെക്കമെൻഡ് ചെയ്യാനാ നമുക്ക് വേണ്ടി.
ഒരൊറ്റ കുട്ടിയും രക്ഷപ്പെടുത്താൻ വരൂല. നിങ്ങൾ നോക്ക്, മുൻഗാമികൾ സഹിച്ച സഹനം എത്രമാത്രം വലുതാണ്. ഞാനത് ഭക്ഷിക്കൂല. ആ സമയത്ത് രാജാവ് ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ അതദറൂന മാദാ അറാദ ബിശത്മിഹി ഇയ്യാ, എന്നെ ചീത്ത പറഞ്ഞിട്ട് നിനക്കെന്താ കിട്ടാൻ പോകുന്നത് നിനക്കറിയുമോ? അറാദ അയ്യുഗ്ളിബനി, എന്നെ വെറുപ്പിച്ചിട്ട് നിനക്കെന്താ കിട്ടാൻ പോകുന്നത് നിനക്കറിയുമോ? അതെ, നിന്നെ ഞാൻ പെട്ടെന്ന് കൊന്നുകളയും. എന്നിട്ട് നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഓരോന്നായി നിന്നെ കൊല്ലാകൊല നടത്തിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നിന്നെ മുറിക്കാതെ, പെട്ടെന്ന് നിന്നെ കൊല്ലാതെ നിന്റെ ശരീരത്തിൽ നിന്ന് ജീവനോടെ ഞാൻ തൊലി അങ്ങ് ഉരിഞ്ഞെടുത്തു മാറ്റും. ആ സമയത്ത് കുട്ടി പറഞ്ഞു, നിന്നെ കൊണ്ടതല്ലേ ചെയ്യാൻ പറ്റൂ, അതിലപ്പുറം ചെയ്യാൻ കഴിയില്ലല്ലോ. എന്റെ ഉള്ളിൽ അല്ലാഹ് തന്ന ഈമാനുണ്ടല്ലോ, അള്ളാഹുവിനുള്ള അനുസരണമുണ്ടല്ലോ. എന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിച്ചാലും അത് നിനക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. നീ അള്ളാഹുവിന്റെ മേൽ എത്ര കഴിവ് കുറഞ്ഞവനാണ്, എത്ര നിസാരനാണ്, എത്ര നിന്യനാണ്. 2 ജ്യേഷ്ഠന്മാരെ നീ ശിക്ഷിച്ചില്ലേ ക്രൂരമായിട്ട്? അവര് മാറിയോ? അവരെ ശിക്ഷിക്കുന്നത് കണ്ട് 3ാമത്തെ മെമ്പറായ ഞാൻ മാറ്റി പറഞ്ഞോ? ഇവിടെ രാജാവാണ് തോൽക്കുന്നത്, യുവാക്കള് ജയിക്കുകയാ. രാജാവ് ഉത്തരവിടുന്നു. ഒരു ഭാഗത്തുനിന്ന് തൊലി എങ്ങനെ ഊരിക്കൊണ്ടുപോകുന്നു. സഹോദരങ്ങളെ ഒറ്റയടിക്ക് വെട്ടുന്നില്ല. കഴുത്തിന്റെ ഭാഗത്തുനിന്ന് തൊലി എങ്ങനെ പരിച്ചു ചീന്തുന്നു. 2 ഭാഗത്തേക്ക് 2 കൈയും 2 കാലും കെട്ടിവെച്ചിരിക്കുന്നു. പച്ചയായി തൊലിയൂരുകയാ. നമുക്ക് മറ്റു ജീവികളുടെ തൊലിയൂരിയിട്ടല്ലേ പരിചയമുള്ളൂ. സ്വന്തം ശരീരത്തിൽ തൊലിക്കൊരു വേദന വന്നാൽ എത്ര ഉറക്കം തകരാറാകാറുണ്ട്, എത്ര സന്തോഷങ്ങൾ അവസാനിക്കാറുണ്ട്, എത്ര പരിപാടികൾ മുടങ്ങാറുണ്ട്, എത്ര സമയം അതൊന്ന് മാറാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. ശരീരത്തിന്റെ തൊലി ഓരോന്നായി അടിച്ചു മാറ്റുകയാണ്. ഫസലഹൂഹു സൽഖൻ, ആടിന്റെ തൊലി അരിച്ചു മാറ്റും പോലെ തലയുടെ തലയോട്ടിയും മുഖത്തെ തൊലിയും എല്ലാം അവർ അഴിച്ചു മാറ്റി. അവസാനം ആ 3ാമത്തെ സഹോദരനും മരണപ്പെട്ടു എന്ന് കണ്ടപ്പോ 4ാമത്തെ ആളെ വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, 4ാമത്തെ ആളും ഇതുപോലെ തന്നെ നല്ല ഈമാനിന്റെ തുടിപ്പോടെയാ പറയുന്നത്, രാജാവേ, വളരെ ക്രൂരമായ എന്റെ 3 ജ്യേഷ്ഠന്മാരെ നിങ്ങൾ കൊന്നില്ലേ? എന്റെ ഉമ്മയും സഹോദരങ്ങളും നോക്കി നിൽക്കുകയല്ലേ കൊന്നത്? ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂല. എന്നാലും ലാ ആകുലു ശൈഅൻ മിമ്മാ ഹറമഹുല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതിൽ നിന്ന് ഒന്നും ഭക്ഷിക്കൂല. ഓരോരുത്തരെയായി നേരത്തെയുള്ള രൂപത്തിലല്ലാതെ രാജാവ് കൊല്ലാകൊല നടത്തി. 6 പേരെയും വ്യത്യസ്ത രൂപത്തിൽ കൊന്നു. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഹത്താ ബഖിയ സുഗറുഹും, അവരിൽ ഏറ്റവും ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് ശേഷിച്ചത്. ആ കുട്ടിയിലേക്കും ഉമ്മയിലേക്കും ഒന്ന് നോക്കിയിട്ട് രാജാവ് പറഞ്ഞു, പെണ്ണേ, ഈ കുട്ടിയെയും കൊണ്ട് നീ അവിടെ കാണുന്ന മുറിയിലേക്ക് പോകണം. എന്നിട്ട് ഒരൊറ്റ പിടിയെങ്കിലും ഭക്ഷിക്കാനുള്ള തീരുമാനവുമായി വരണം. അതാ കാണുന്ന ഒരു റൂമുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. 2 പേരും ചർച്ച ചെയ്തോളൂ. ചെറിയ പ്രായമല്ലേ, തമ്മീസിന്റെ പ്രായമെത്തിയിട്ടില്ല. 7ാമത്തെ കുട്ടിയെയും കൂട്ടിയിട്ട് ഉമ്മ ഒരു റൂമിലേക്ക് അങ്ങ് പോകുന്നു. 6 സഹോദരങ്ങളുടെ കൊലപാതകങ്ങൾ ഈ കുട്ടി കണ്ടിട്ടുണ്ട്. സ്വന്തം നൊന്തുപറ്റ ഉമ്മ, 6 മക്കളും അല്ലാഹുവിന്റെ മാർഗത്തിലായി. സർവ ജിഹാദും സർവ സബറും നെഞ്ചിലേറ്റി നല്ല ധീരതയോടെ ആഖിറത്തിലേക്ക് വിടവാങ്ങുന്നത് കണ്ടു നിന്ന ഉമ്മയാ.
ഏഴാമത്തെ മകനെയും കൊണ്ട് ഉമ്മ റൂമിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് പറഞ്ഞു, മോനെ, നിന്റെ സഹോദരന്മാരോടൊക്കെ എനിക്കൊറ്റ ബാധ്യതയേ ഉള്ളൂ. അതേ സമയത്ത് വലി അലൈക ഹഖ്ഖാൻ, എനിക്ക് നിന്നോട് 2 ബാധ്യതകളുണ്ട്. അവരോടൊക്കെ ഒറ്റക്കടപ്പാടേ ഉള്ളൂ. അവരിൽ ഓരോരുത്തർക്കും ഞാൻ 2 വർഷമാണ് മുലയൂട്ടിയത്. നിന്നെ ഗർഭം ധരിച്ച സമയത്താണ് നിന്റെ ഉപ്പ മരണപ്പെട്ടു പോയത്. പക്ഷേ നീ വളരെയധികം ശരീരത്തിന് ശോഷണം സംഭവിച്ച രൂപത്തില്, ദൗർബല്യം സംഭവിച്ച രൂപത്തിലാണ് നീ വളർന്നത്. അതുകൊണ്ട് നിന്നോടുള്ള കാരുണ്യം കൊണ്ട് അവർക്കൊക്കെ 2 വർഷം മുലയൂട്ടിയപ്പോ നിനക്ക് 4 വർഷം മുലയൂട്ടിയിട്ടുണ്ട് മോനെ. അവരോടൊക്കെ എനിക്കൊരൊറ്റ ഹക്കാണെങ്കിൽ നിന്നോട് എനിക്ക് 2 ഹക്കുണ്ട്. 2 വർഷമല്ലേ അവർക്ക് മുലയൂട്ടിയത്, നിനക്ക് 4 വർഷമാണല്ലോ. അതുകൊണ്ട് ഫഅസ്അലുക ബില്ലാഹി വഹഖി അലൈക, അല്ലാഹുവിനെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിന്നോടുള്ള കടപ്പാട് കൊണ്ടും ചോദിക്കട്ടെ. നിന്റെ സഹോദരന്മാരൊക്കെ പോയത് നീ കണ്ടില്ലേ? വലം തഅകുൽ ശൈഅൻ മിമ്മാ ഹറമല്ലാഹു അലൈക, അല്ലാഹു ഹറാമാക്കിയതിൽ നിന്ന് ശകലം പോലും എന്റെ മോന് ഭക്ഷിച്ചുകൂടാ. നാളെ ആഖിറത്തിലെത്തിയിട്ട് നിന്റെ 6 സഹോദരന്മാരെ നീ കാണുമ്പോ അവരോടൊപ്പമല്ലാതെ നിന്നെ വേറെ സ്ഥലത്ത് കണ്ടുകൂടാ. 6 പേരെയും സ്വർഗത്തിൽ കാണുമ്പോ കുഞ്ഞുമോനെ, നിന്നെയും അവരോടൊപ്പം എനിക്ക് കാണണം, നിന്നെ വേറിട്ട് കണ്ടുകൂടാ. ചെറുപ്പക്കാരനായ ആ കുട്ടി, നന്നേ ചെറിയ വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുന്നു, ഫഖാല അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലദീ യസ്മഅനി ഹാദാ മിൻക, ഇതല്ലേ ഉമ്മ നിങ്ങൾ എന്നോട് പറഞ്ഞത്, ഇത് നിങ്ങൾ എനിക്ക് കേൾപ്പിച്ചതിന് വലിയ സന്തോഷമാണ്. ഫഇന്നമാ കുന്തു അഖാഫു അൻ തുരീദനി അലാ അൻ ആകുല മിമ്മാ ഹറമല്ലാഹു അലയ്യ, ഞാൻ ചെറുപ്പക്കാരനായതുകൊണ്ട് 7 വയസ്സ് പോലും തികയാത്തത് കൊണ്ട് ശകലം നീ ഭക്ഷിച്ചോ, കാരണം നിനക്ക് തക്ലീഫ് എത്തിയിട്ടില്ലല്ലോ എന്നെങ്ങാനും നിങ്ങൾ പറയുമോ എന്ന് ഞാൻ പേടിച്ചു പോയിരുന്നു ഉമ്മ. അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ ആ ഇറച്ചി ഭക്ഷിച്ചത് കൊണ്ട് അല്ലാഹുറത്തിൽ എന്നെ ശിക്ഷിക്കൂല, കാരണം അത് തിന്നുന്നതിന് കുറ്റം രേഖപ്പെടുത്തുന്ന ഒരു പ്രായം എനിക്ക് വന്നിട്ടില്ല. ഞാൻ മുകല്ലഫല്ല. ബാക്കി എന്റെ ജേട്ടന്മാരിൽ പലരും പ്രായപൂർത്തി തികഞ്ഞവരാണ്. പക്ഷേ അവരോടൊപ്പം ആഖിറത്തിൽ ചേരാനല്ലേ ഉമ്മ എന്നോട് ഉപദേശിച്ചത്. ഈ ഒരു വർത്തമാനം ഉമ്മയിൽ നിന്ന് കേട്ടതിന് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാഹു ഹറാമാക്കിയതാണെങ്കിൽ, അവരൊന്നും തിന്നാത്തതാണെങ്കിൽ എനിക്കും അത് വേണ്ട. ഉമ്മ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട് മോനെ, നിന്റെ വർത്തമാനം കേട്ടിട്ട് ഉമ്മാക്ക് സന്തോഷമുണ്ട്. അവരൊക്കെ പരിഗണിച്ചൊരു ഈമാൻ നമ്മൾ ആലോചിക്കണം. അവരൊക്കെ കാത്തു സൂക്ഷിച്ച ഇഖ്ലാസ് നമ്മൾ ആലോചിക്കണം. എത്രമാത്രം വലിയ പ്രതിസന്ധിയാണ് അവർക്ക് ലഭിക്കുന്നത്. ജീവിക്കാനുള്ള നിലക്കൊരു ഹലാലായ നിലക്കൊരു കഷ്ണം അവർ തിന്നു എന്നുള്ളത് കരുതിയിട്ട്, അവരെ ജീവന്റെ ഭീഷണി പേരിട്ട് തിന്നു എന്ന് കരുതിയിട്ട് അല്ലാഹു അല നരകത്തിനൊന്നിടൂല. പക്ഷേ അല്ലാഹ് ഹറാമാക്കിയതിനോട് പാലിച്ച അകലം, അല്ലാഹു തആല ഹറാമാക്കിയതിനോട് അവർ പാലിച്ച ദൂരം, അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രമാത്രം വലിയൊരു ജിഹാദാണിത്, എത്രമാത്രം വലിയൊരു സ്വബറാണിത്. തൊട്ടടുത്ത് കണ്ടാലും, തൊട്ടടുത്ത കൂട്ടുകാരൻ ഫ്രീ ആയി വാങ്ങിത്തന്നാലും, ആരാരും കാണാനില്ലാത്ത സ്ഥലമാണെന്ന് കരുതിയാലും, നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒന്നും അറിയില്ലെന്ന് കരുതിയാലും ഒരൊറ്റ ഭാവമാണ് വേണ്ടത്, അല്ലാഹ് ഹറാമാക്കിയതാണ്, അല്ലാഹ് നിഷിദ്ധമാക്കിയതാണ്. റബ്ബ് തആല കാണാത്തൊരു സ്ഥലമല്ലല്ലോ, അല്ലാഹു കാണാത്തൊരു ടൈമില്ലല്ലോ, അല്ലാഹു രേഖപ്പെടുത്താത്തൊരു സന്ദർഭമില്ലല്ലോ. അവിടെയാ നമ്മൾ ഓർക്കേണ്ടത്. ആ ഒരൊറ്റ ഭാവം കൊണ്ട് മാത്രമേ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂ. മനുഷ്യന് മുഅ്മിന് മാറി നിൽക്കാൻ ആ ഒരു ബോധം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. കുട്ടിയും ഉമ്മയും രാജാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നു. രാജാവ് പറയുന്നു, മോനെ എന്ത് തീരുമാനിച്ചു? അതുകൊണ്ട് ഒരൊറ്റ പിടി നീ ഭക്ഷിച്ചോ, നീ ഉദ്ദേശിക്കുന്ന സ്ഥാനം തരാം, നീ ഇഷ്ടപ്പെടുന്ന ജീവിതം തരാം, കൊട്ടാര സുഖത്തിൽ നിനക്ക് ജീവിക്കാം. ദുനിയാവിന്റെ സർവ്വസുഖങ്ങളും മുന്നിൽ വന്നിട്ട് ഉമ്മമാരെ, യുവാക്കളെ, യുവതികളെ, ദുർബല
അവസാന നിമിഷത്തിൽ ലഹരിക്കടിമപ്പെട്ടു പോകുന്നവര്, കൂട്ടുകാരുടെ പ്രേരണയിൽ കുടുങ്ങുന്നവര്, അല്ലാത്ത സ്വാധീനങ്ങളിൽ പെടുന്നവര്, ഉപകരണങ്ങളിലൂടെ സുഖങ്ങൾ വായിച്ചറിഞ്ഞുകൊണ്ട് കുടുങ്ങുന്നവര്, ഞാനൊന്ന് പറയട്ടെ, ഇവിടെ അനുഭവിക്കുന്ന അരമണിക്കൂറിന്റെയോ 15 മിനിറ്റിന്റെയോ സുഖത്തിന് നാളെ അള്ളാഹുവിന്റെ ഹദ്റത്തിൽ വെച്ച് അവന്റെ ശിക്ഷക്ക് സഹിക്കാൻ പറ്റുമോ? അവൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്ന പരീക്ഷണങ്ങൾ തരണം ചെയ്യാനൊക്കുമോ? കഴിയുമെന്ന് പറയാൻ ആർക്കും കഴിയില്ലല്ലോ. ഞങ്ങൾക്കതിന് പ്രശ്നമില്ലെന്ന് പറയാൻ ആർക്കും വഴിയില്ലല്ലോ. ദുനിയാവിലെ മോഹത്തിന് വഴങ്ങിയിട്ട് ഇത്യാദി രൂപഭാവങ്ങളിലേക്ക് നമ്മുടെ സമൂഹം പോയി ചേരുന്ന സമയത്ത് വലിയ സങ്കടകരമാ. അല്ലാഹു ഹറാമാക്കിയതിനോട് ഈ രൂപത്തിൽ ഒരു ഇഴഞ്ഞ സമീപനം വരുമ്പോ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. 7 മക്കളെയും മറുകൊല ചെയ്ത രാജാവിന്റെ മുന്നിൽ വെച്ച് ഉമ്മയോട് രാജാവ് പറയുന്നത്, ഇഷ്ടം പോലെ നിനക്ക് സുഖിച്ച് ജീവിക്കാം, നിന്റെ തീരുമാനം എന്താണ്? ഉമ്മ പറയുന്നു, അജ്മഉ ബൈന സക്കിലി വലദി വ മഅസിയത്തല്ലാഹ്. എന്റെ മക്കളെ മുഴുവനും ശിക്ഷിക്കാൻ വിട്ടിട്ട് അല്ലാഹ് നിഷിദ്ധമാക്കിയ ഒരു കാര്യം ഞാനങ്ങ് ചെയ്യുകയോ? എന്നതിന് കാത്തു നിൽക്കണ്ട. ഇവർക്ക് ശേഷം എനിക്കൊരു ജീവിതം കിട്ടിയാലും ഇങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. അല്ലാഹു ഹറാമാക്കിയ ഒന്ന് ഞാൻ ഭക്ഷിക്കൂല, ഒരു കാലത്തും ഭക്ഷിക്കൂല. അരിശം മൂത്ത രാജാവ് ഉമ്മയെയും കൊന്നുകളഞ്ഞു. ഈ ഒരു ഉമ്മയെയും 7 മക്കളെയും നാളെ ആഖിറത്തിൽ കാണുമ്പോ മലക്കുകൾ അവരെ സ്വീകരിച്ച് കൊണ്ടുപോകുമ്പോ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ മഹാന്മാരാണിവര്. ആഖിറത്തിന്റെ പൊരുത്തം വിചാരിച്ചു മാത്രം ജീവിച്ചു മരിച്ചവരാ. അവരെ സന്തോഷത്തോടുകൂടെ കൊണ്ടുപോകുമ്പോ മലക്കുകൾ അവരോട് പറയുന്നൊരു വാക്കുണ്ട്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും ബിമാ സബർതും, ക്ഷമിച്ച് ജീവിച്ചത് കൊണ്ട് അള്ളാന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾ പോയി ചേരുന്ന നല്ല വീട്ടിലേക്കാണ്. നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സുഖലോക സ്വർഗം അത് വളരെ നല്ല ഭവനമാണ്. അല്ല നിഷിദ്ധമാക്കിയതിനോട് മഹത്തുക്കളായ മഹാന്മാർ സ്വീകരിച്ച ശൈലി, അവരുടെ പരീക്ഷണത്തിന്റെ മുഖം നമ്മൾ കാണണം, നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കയ്യെത്തുന്ന ദൂരത്ത്, മണക്കുന്ന ദൂരത്ത്, വാസനിക്കുന്ന ദൂരത്ത് ഇഷ്ടം പോലെ സന്ദർഭങ്ങളിലായി, സാഹചര്യങ്ങളിലായി റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള എല്ലാ തരങ്ങളും വന്നു ചേരും. ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും നമ്മുടെ ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടും ഈമാൻ കൊണ്ടും നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഹറാമാക്കിയ രൂപത്തിലുള്ള ഒരൊറ്റ പാനീയവും കുടിക്കാതെ കഴിക്കാതെ നല്ല നിലക്ക് ജീവിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. എത്ര സുഖമുള്ളതാണെന്ന് ആര് പറഞ്ഞാലും, എത്ര സന്തോഷമുള്ളതാണെന്ന് ആര് ചിത്രീകരിച്ചാലും അതിനൊന്നും അടിമപ്പെടാതെ ജീവിക്കുന്നൊരു ജീവിതമില്ലേ? അതാണ് സഹോദരങ്ങളെ സുഖമുള്ള ജീവിതം. ആ ജീവിതത്തിനാണ് പരലോകത്തും വലിയ സുഖമുണ്ടാവുക. അതേ സമയത്ത് അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മളെ സ്വന്തം താല്പര്യത്തിന് അടിമപ്പെട്ട് ആരും പറഞ്ഞത് കേൾക്കാതെ ചില്ലറ ഖിദ്മത്തുകൾ മാത്രം ചെയ്ത് നമ്മുടെ ഇഷ്ടപ്രകാരം ഈ രൂപത്തിലുള്ള അനാവശ്യങ്ങൾക്ക്, അധർമ്മങ്ങൾക്ക് നമ്മുടെ ശരീരത്തെ ഉപയോഗപ്പെടുത്തി പോയാൽ നമുക്ക് ആഖിറം നഷ്ടമായി പോകും. ആഖിറത്തിൽ നമുക്ക് വലിയ ഇടങ്ങേറ് വന്നു പോകും. കിടക്കുന്ന ഖബറിൽ വരെ വലിയ സങ്കടകരമാണ്.
നല്ലോണം കച്ചവടം ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് ബാപ്പാനിമ്മാനൊക്കെ പോറ്റി വളർത്തി, മക്കളൊക്കെ നല്ലോണം വളർത്തി. പക്ഷേ കൂട്ടത്തിൽ ഒരു ചെറിയ തരിപ്പുണ്ടെങ്കിലേ രസമുള്ളൂ. അതുകൊണ്ട് കുറച്ചെങ്കിലും ഒന്ന് മൂക്കിലേക്ക്, അല്ലെങ്കിൽ പല്ലിന്റെ അടിയിലേക്ക്, അല്ലെങ്കിൽ ഞരമ്പിലേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് ഒന്ന് അടിച്ചു മാറ്റിയെങ്കിലേ സുഖം കിട്ടൂന്ന് ചിന്തിക്കുന്നവരില്ലേ? ആ ചിന്തിക്കുന്നവരൊക്കെ ആലോചിക്കണം. പോയി കിടക്കാനുള്ള കുടിമാടങ്ങളുണ്ടല്ലോ, സ്വസ്ഥത ലഭിക്കൂല. വീട്ടിൽ കിടക്കുമ്പോ സ്വസ്ഥത കിട്ടാതിരുന്നാല് ഇത്തരത്തിൽ വല്ലതും ഞരമ്പിലേക്കും ഒറ്റക്ക് അടിച്ചു കയറ്റിയിട്ട് സുഖവും സന്തോഷവും കാണുന്നവരില്ലേ? വീട്ടുകാരും മറ്റുമൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദുനിയാവിലുണ്ടെങ്കിൽ ഒറ്റക്ക് കഴിയാനുള്ളൊരു ലോകമുണ്ട്. ആ ലോകത്ത് അശേഷം സുഖമില്ല. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. മഹാനവറുകൾ വീട്ടിൽ താമസിക്കുമ്പോ ഒരാള് വന്നിട്ട് പറയുന്നു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞങ്ങള് ഹജ്ജിന് പോയി മടങ്ങി വരികയാ. അങ്ങനെ ഹജ്ജിന് പോയി തിരിച്ച് ഞങ്ങൾ വരുമ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഹജ്ജിന് വന്ന ഒരാള് സൊഫയിൽ വെച്ച് മരണപ്പെട്ടു പോയി. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും ആലോചിക്കണം. ഹജ്ജ് എന്ന് പറയുന്നത് എത്രമാത്രം വലിയ അമലാണ്. സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആഫിയത്തുള്ള കാലത്ത് തന്നെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹജ്ജിന് ചെറിയൊരു കാര്യമില്ലല്ലോ, ചെറിയൊരു പ്രതിഫലമല്ലല്ലോ. ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ വെച്ച് ഉറ്റുന്ന കണ്ണീരിന് വലിയ ഉത്തരമല്ലേ അല്ലാഹു തരുന്നത്. അതേ സമയത്ത് ഇവര് പറയുന്നു, ഞങ്ങളെ ഹജ്ജിന് പോയി മടങ്ങി വരുമ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്ത ഒരാള് സൊഫയിൽ വെച്ച് മരണപ്പെട്ടു പോയി. സൊഫ എന്ന് പറയുന്നത് എവിടെയാണ്? ഹറമിൽപ്പെട്ട സ്ഥലമാണ്, അല്ലാഹുവിന്റെ ഹറമിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ വെച്ചാ മരിച്ചുപോയത്. നല്ലോണം ആലോചിക്കണം, നല്ലോണം ഓർക്കണം. ഒരു സാധാ നാട്ടിലല്ല, ഒരു സാധാരണ സ്ഥലത്തല്ല. നമ്മളെ നാട്ടിൽ എവിടെയും മരിക്കും പോലെയല്ല, നമ്മളെ സങ്കടം മരിക്കും പോലെയല്ല, പഠിപ്പിച്ചാലും മരിക്കും പോലെയല്ല, ഒരു മജ്‌ലിസിലും മരിക്കും പോലെയല്ല. അല്ലാഹ് ഹറാമാക്കിയ സ്ഥലത്തിന്റെ ബഹുമാനം ലോകത്ത് വേറെ ഏത് സ്ഥലത്തിനാണ്? അല്ലാഹ് ഹറാമാക്കിയ നാടിന്റെ ബഹുമാനം ലോകത്ത് വേറെ ഏത് നാടിനാണ്? സൊഫയിൽ വെച്ച് മരണപ്പെട്ടു പോയി. ഞങ്ങൾ ആ സഹോദരന് വേണ്ടി ഒരു ഖബർ കുഴിച്ചു നോക്കുമ്പോൾ അതിൽ ധാരാളം സിംഹങ്ങളാണ്. ഒരു ഖബർ കുഴിച്ചു, കണ്ണ് ചീമി പരലോകത്തേക്ക് നീങ്ങിപ്പോയി. 40 ദിവസം ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ആ ഖബർ തൽക്കാലം മൂടിയിട്ട് ഞങ്ങൾ വേറെ അപ്പുറത്ത് വേറൊന്ന് കുഴിച്ചു. അപ്പൊ നോക്കുമ്പോ അതിലും അങ്ങനെ തന്നെ സിംഹങ്ങളാണ്. പിന്നെ ഞങ്ങൾ മാറി മാറി കുഴിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ ഖബർ കുഴിച്ചു. ധർമ്മസങ്കടത്തിലാണ്. കുഴിക്കുന്ന ഖബറിൽ മുഴുവനും വലത്തും ഇടത്തും എല്ലാ ഭാഗത്തുമായിട്ട് സിംഹക്കുട്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഈ ജനാസ വെക്കാൻ ഒരു ഒഴിവ് വേണ്ടേ? വേറെ ഒരു ഖബർ കിട്ടണ്ടേ? ഇവരാണ് ഖബറിന്റെ ഉള്ളിലുള്ളത്. കിടക്കാനുള്ള സ്ഥലത്ത് മയ്യത്ത് ഖബറിലേക്ക് വെച്ച ശേഷമുള്ള കഥയല്ല പറയുന്നത്. ഖബർ കുഴിച്ചപ്പോഴുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ അങ്ങനെ ഒരു ഖബറങ്ങ് കുഴിച്ചു. ആ ഖബറിന്റെ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കടത്തി വെച്ചു. ഈ കാണുന്ന മൃഗങ്ങളെ മുഴുവനും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ ആ ഖബറാളിയെ ഖബറിൽ വെച്ച് ഞങ്ങൾ അങ്ങ് മൂടിപ്പോയി. കാരണം അത് പുറത്തു പോകാൻ പറഞ്ഞാൽ പുറത്തു പോകുന്ന സിംഹങ്ങളല്ല, നാട്ടിലെവിടെയും പുറത്തിറങ്ങുന്ന നരികളെ പോലെയല്ല. ഇവിടെ ഒരു പുലി പുറത്തിറങ്ങിയാൽ എന്തൊരു പേടിയാണ് സഹോദരാ. ഒരു ചിത്രം ഒരാൾ മൊബൈലിലൂടെ എല്ലാവരുടെ മൊബൈലിലേക്കും എല്ലാവരും ഗ്രൂപ്പിലേക്കും വിട്ടു തന്നു. ഉറപ്പാണ്, നമ്മളെ നാട്ടിലാണ്, സ്ഥലവും പിടിച്ചൊക്കെ കറക്റ്റാണ്, വിശ്വാസയോഗ്യമാണ്. ജനങ്ങൾ പുറത്തിറങ്ങുമോ? നിസ്കരിക്കാൻ ആളുകൾ വരുമോ? ജുമുഅക്ക് ജനങ്ങൾ വരുമോ? മാർക്കറ്റിൽ ആളുകൾ ഉണ്ടാകുമോ? കുട്ടികൾ പഠിക്കാൻ പോകുമോ? എല്ലാവരും ഉണ്ടായിട്ടാണ് ഈ പേടി. സുരക്ഷാ സേന വേറെയുണ്ട്, തോക്കുമായിട്ട് കാവൽഭടന്മാര് സർക്കാരിൻ്റെതുണ്ട്, നാട്ടിൽ തന്നെ ധൈര്യമുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷേ പേടി മാറുമോ? ഇതൊറ്റക്ക് കിടക്കാനുള്ള ഖബറാ.
അത് കുഴിച്ചപ്പോഴാണ് സിംഹങ്ങൾ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നത്. ഇബ്നു അബ്ബാസ് തങ്ങളെ ഒരു ഭാഗത്ത് ഞങ്ങൾ ആ മനുഷ്യനെ ഇറക്കി വെച്ച് ഖബറങ്ങ് മൂടിപ്പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ഇത് ചോദിക്കുമ്പോ മഹാനവറുകളോട് പറയുന്നു, നിങ്ങൾ എന്താ അതിനെപ്പറ്റി പറയുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങളെ മറുപടി, ലോകം കണ്ട ഏറ്റവും വലിയ മുഫസ്സിറാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരുമ ശിഷ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാധാരണ ആളല്ല. റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ പണ്ഡിതന്മാരുടെ ചീഫാണ്, അതിന്റെ തലവനാ. മഹാനവറുകൾ പറയുന്നു, ذَلِكَ عَمَلُهُ الَّذِي كَانَ يَعْمَلُ. ജീവിതത്തിൽ ആ മനുഷ്യൻ ചെയ്ത വൃത്തികേട് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഖബറിൽ അങ്ങനെ സിംഹങ്ങളെ കണ്ടത് അദ്ദേഹം ചെയ്ത വൃത്തികേടാണ്. എന്തോ ഒരു പണി, ജീവിതത്തിൽ വൃത്തികെട്ടൊരു പണി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ പണി അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് നിങ്ങൾ പോയി മറവെയ്തോളി എന്ന് പറഞ്ഞു. ഈ ജനാസ എവിടെങ്കിലും ഒന്ന് വെക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടി ചോദിക്കാനായി ഇവർ വന്നത്. ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാ മരിച്ചത്. എല്ലാം മനസ്സിലാക്കണം. ഹജ്ജ് കഴിഞ്ഞിട്ട് ഹാജിമാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ മരിച്ചത്. സൊഫയിൽ വെച്ചാണ് മരിച്ചത്. കുഴിച്ച ഖബറുകളൊക്കെ എങ്ങനെയാണ്? ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹം ചെയ്തൊരു ഏർപ്പാട് കൊണ്ട്, പണി കൊണ്ടാണ്. ഭൂമി മുഴുവനും നിങ്ങൾ ഖബർ കുഴിച്ചാലും ലവജത്തും ദാലിക, സിംഹങ്ങൾ ഒഴിഞ്ഞ ഒരു ഖബറും നിങ്ങൾക്ക് കിട്ടൂല. എവിടെ കുഴിച്ചാലും നിങ്ങൾക്ക് സിംഹങ്ങളെ കാണാം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിലങ്ങ് മറവ് ചെയ്തോളൂ. ഒരു കുടിയിൽ അദ്ദേഹത്തെ ഞങ്ങൾ മറവ് ചെയ്തു. യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെ ഭാര്യയോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെ ഭർത്താവിന് എന്തായിരുന്നു പണി? ഭാര്യ പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം വിൽക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം വിൽക്കും. അങ്ങനെ കുടുംബത്തിന് വേണ്ടി നല്ല നിലക്ക് എന്നെ ഭക്ഷണം ഹലാലായി കൊണ്ടുവരും. പക്ഷേ ആ മനുഷ്യനൊരു സ്വകാര്യ പണിയുണ്ട്. എന്റെ ശബ്ദം ശവിക്കുന്നവര് അല്പനേരത്തെ ആ ആരോഗ്യത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി ലഹരിയിൽ അഡിക്റ്റ് ആകുന്നവരൊന്ന് കേട്ടോ, നല്ലോണം മനസ്സിരുത്തി ചിന്തിച്ചോ. എന്റെ പുതിയാപ്പളക്കൊരു സ്വഭാവമുണ്ട്. അല്പം ഭക്ഷണമെടുത്ത് അതിലതാ ഒരു ഖംറ് വരാൻ വേണ്ടി അതേ കരിമ്പിന്റെയും മറ്റുമൊക്കെ നീരൊഴിച്ചിട്ട് ഒരു ഖംറിന്റെ അവസ്ഥയിലേക്ക് അത് മാറ്റിയിട്ട് ഭക്ഷിക്കുന്ന ഒരു പതിവ് എന്നും അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ ഭക്ഷിച്ചിരുന്നത്. അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി എടുക്കുന്ന ഓഹരിയിൽ നിന്ന് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുന്നത് നല്ല ഭക്ഷണമാണ്. പൊരേക്ക് ഭാര്യക്കും കുട്ടിക്കും ചെലവ് കൊടുക്കുന്നു, നല്ലതാണ്, ഹലാലായ നിലക്കാണ് സമ്പാദ്യമൊക്കെ. പക്ഷേ താൻ എടുക്കാൻ വേണ്ടി, ഭക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊരു പാത്രം, അതിൽ അദ്ദേഹം ഖംറിന്റെ രുചി വരാൻ വേണ്ടി അതുപോലെ കരിമ്പും മറ്റുമൊക്കെ നീരൊഴിച്ചിട്ട് അതൊരു പുളിപ്പുണ്ടാക്കിയിട്ട് സ്വാദ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഭക്ഷിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖബർ കുഴിച്ചപ്പോ കാത്തു നിൽക്കുന്നത് സ്വാലിഹീങ്ങളല്ല, കാത്തു നിൽക്കുന്നത് മഹാന്മാരല്ല, സ്വീകരിക്കാനുള്ള ഔലിയാക്കളല്ല, ശിക്ഷ കൊടുക്കാനും ശരീരത്തെ ഇഞ്ചിഞ്ചായി നുള്ളി നോവിക്കാനും കടിച്ച് പറിച്ച് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും വേദനിപ്പിക്കാനും അള്ള ഏർപ്പാടാക്കിയ ശിക്ഷയുള്ള സിംഹങ്ങളാണ് വരിവരിയായി നിൽക്കുന്നത്. അതേ, നല്ല നിലക്ക് മരിച്ച് ഖബറിലെത്തുന്ന മനുഷ്യന് മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടില്ലേ, നല്ല സുഗന്ധമുള്ള, നല്ല സൗരഭ്യമുള്ള, നല്ല വസ്ത്രങ്ങൾ ധരിച്ച, കണ്ടാൽ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുന്ന കമനീയ മുഖത്തിന്റെ ഒരു ഉടമ ഖബറിലേക്ക് അങ്ങ് വരുമ്പോ ഈ മനുഷ്യൻ ചോദിക്കും, നീ ആരാണ്? മന്നന്തല്ലദീ മന്നല്ലാഹു അലയ്യ ബിക ഫവജ്ഹുകൽ വജീഹു യജീഉ ബിൽ
ഖൈർ, നീ ആരാണ്? നിന്റെ ഈ സന്തോഷമുള്ള മുഖം കണ്ടിട്ട് എനിക്കൊരുപാട് സന്തോഷം തോന്നുന്നുണ്ടല്ലോ, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ വന്ന സന്തോഷമുള്ള രൂപം, എത്ര നേരം അടുത്തിരുന്നാലും മടുപ്പ് വരാത്ത രൂപം, എത്ര നേരം സംസാരിച്ചാലും മതിയെന്ന് പറയാത്ത സംസാരം, എത്ര സുഖിച്ചാലും ആനന്ദിച്ചാലും ആ സുഗന്ധത്തിന്റെ മാസ്മരികത നമ്മളിൽ നിന്ന് മാറാത്ത രൂപത്തിൽ ആസ്വദിക്കുന്ന ശരീരം പറയുന്നു അനഅമലുക സ്വാലിഹൂ, ഞാൻ നിന്റെ സുഹൃതങ്ങളാണ്. ക്ഷമിച്ചുകൊണ്ട് ഒരുപാട് ദുനിയാവിൽ അമലെടുത്തില്ലേ? പലരും ഹറാമിലേക്ക് പോയപ്പോ പോയില്ലല്ലോ, ഹറാമ് രുചിച്ചപ്പോ രുചിച്ചില്ലല്ലോ, നല്ലതാണെന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോ നീ ചെയ്തു കൊടുത്തില്ലല്ലോ. നീ എപ്പോഴും ഖുർആൻ ഓതി, അപ്പോഴും നിസ്കരിച്ചു, അപ്പോഴും ബുർദബൈത്ത് പഠിച്ചു, ബുർദബൈത്ത് ചൊല്ലി, മഹാന്മാരെ മഹബത്ത് വെച്ചു, സ്വലാത്തിൽ ദായിമായി, മുത്തുനബി തങ്ങളെ കാണാൻ ആശിച്ചു, അതിനുവേണ്ടി സുന്നത്തുകൾ ദായിമാക്കി, അതിനുവേണ്ടി ദുആ ദായിമാക്കി, അതിനുവേണ്ടി നിന്റെ സമയങ്ങളിലൊക്കെ സ്വലാത്ത് ചൊല്ലി, നല്ല നന്മകളിൽ മാത്രം നീ അഭിരമിച്ചു. അനഅമലുക സ്വാലിഹൂ, ഞാൻ നിന്റെ സന്തോഷമുള്ള സുഹൃതങ്ങളാണ്. ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. കുറച്ചു കഴിഞ്ഞാൽ സായിലാനി വരും, ചോദ്യകർത്താക്കൾ രണ്ടാള് വരും. പേടിക്കേണ്ടതൊന്നുമില്ല, ഉത്തരം പറഞ്ഞോളൂ. അവര് പോയിട്ട് ഞാൻ വരാ, നമുക്ക് സംസാരിച്ചിരിക്കാം. സന്തോഷമല്ലേ ആ മനുഷ്യന് ലഭിക്കുന്നത്? അല്ലാഹു നമ്മുടെ ഖബറുകൾ സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സ്നേഹിതന്മാരുടെ ഖബറുകൾ മുഴുവനും അല്ലാഹ് റാഹത്തിലാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, പോയി കിടക്കാനുള്ള സ്ഥലത്തെ പറ്റി നല്ലൊരു ബോധം നമുക്കിവിടെ വേണം. അതേ, ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ഖബറ്, മസ്താടി നടക്കുന്ന മനുഷ്യന്റെ ഖബറ്, അതിനുവേണ്ടി അധ്വാനിക്കുന്ന സഹോദരിയുടെ ഖബറ്, ഖംറും മറ്റുമൊക്കെ വിൽപ്പന നടത്തുന്ന ആളുകളെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല ശാപം ചെയ്തവരാണ്. ചിലര് ലഹരിക്ക് അടിമകളാകൂല, പക്ഷേ അത് വിറ്റിട്ട് കാശു സ്വരൂപിക്കും. അവർക്കൊരു വളഞ്ഞ ന്യായമുണ്ട്, ഞങ്ങൾ വിൽപ്പനക്കാരാണ്, ഞങ്ങൾ ഉപയോഗിക്കുന്നവരല്ല. വിൽപ്പനക്കാരെയും അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, വാങ്ങുന്നവരെയും അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, സൂക്ഷിക്കുന്നവരെയും അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, സൂക്ഷിക്കുന്ന സ്ഥലത്തെയും അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. ഖംറിനെ അല്ലാഹു ശപിച്ചത് 10 രൂപങ്ങളിലാണ്. ഹദീസിൽ പറഞ്ഞല്ലോ, ലഅനല്ലാഹു ശാരിബഹാ വസാഖിയഹാ വആകില സമനിഹാ വൽമഹ്മൂലത ഇലൈഹി വആസിറഹാ വമുതസരിഹാ. അതുമായി ബന്ധപ്പെട്ട് 10 തലങ്ങളെ അല്ലാഹ് ശപിച്ചതുപോലെ ലഹരിയുടെ 10 തലങ്ങളെയും ശപിച്ചിട്ടുണ്ട്. എല്ലാ ലഹരിയെ പറ്റിയും ഖംർ എന്നല്ലേ പഠിപ്പിച്ചത്, അതുകൊണ്ട് എല്ലാം അതിൽപ്പെട്ടതാണ്. അങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ആ രൂപം നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിവിന്റെ പരമാവധി ഹലാലാക്കി എടുക്കണം. അപ്പോഴേ ഇബാദത്തിന് ആനന്ദം ലഭിക്കൂ, നല്ല സുഖവും സന്തോഷവും കിട്ടൂ. ആത്മാർത്ഥമായിട്ട് ആ രൂപഭാവങ്ങൾ സ്വീകരിക്കുമ്പോഴേ നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കളും നമ്മുടെ സന്താനങ്ങളും എല്ലാം സ്വാലിഹീങ്ങളായി മാറുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അല്ലാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാനുള്ള വലിയ സന്തോഷം അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. യുവാക്കളോട് യുവതികളോട് പറയട്ടെ, ആ ഒരു ബോധം നമുക്ക് പോകാൻ പാടില്ല. മഹാന്മാരായ ആളുകൾ ആ ഒരു ഉത്തമ ബോധത്തോടെ ജീവിച്ചവരാണ്. ആ ഒരു ഉത്തമ ബോധത്തോടുകൂടെ അവർ ജീവിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബങ്ങളിലും അവരുടെ മക്കളിലും അവരുടെ സന്താന പരമ്പരകളിലും ആ രൂപത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാജ്യം മുഴുവനും നീതി കൊണ്ട് നിറച്ച വലിയൊരു മഹാനുഭാവനല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാത്രി സമയത്ത് പോലും തന്റെ പ്രജകൾക്ക് വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുണ്ടോ എന്ന് രഹസ്യമായി അന്വേഷിച്ച് സേവനം ചെയ്യുന്ന ഉത്തമനായ ഭരണാധികാരി. എത്രമാത്രം വലിയ ഖിദ്മത്തുകളാണ് ഇസ്ലാമിക ലോകത്ത് നിർവഹിച്ചത്. ഏറ്റവും കൂടുതൽ ഫത്ഹുകൾ വന്നതും ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. ആ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വഴിയോരത്തൂടെ രാത്രിയിൽ നടന്നു പോകുമ്പോ അസ്ലം എന്ന് പറയുന്ന മഹാനവറുകളുടെ കൂടെ നടക്കുന്ന സഹവാസിയും കൂടെയുണ്ട്. മദീനയുടെ ഒരു ഭാഗത്തുകൂടെ രാത്രി നടക്കുമ്പോ അതേ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെ നടക്കുന്ന സഹവാസിയും അവിടെ നിന്നുപോയി. വർത്തമാനം കേൾക്കുന്നത് എന്താണ്? ഉമ്മ പറയുന്നു, തന്റെ മകളെ വിളിച്ച്, മോളെ ആ പാലൊന്നെടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ചേർക്കൂ. മകള് പറയുന്നു, ഉമ്മ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മോട് കൽപ്പിച്ച കാര്യം നിങ്ങൾ മറന്നുപോയോ? എന്താണ് മോളെ അമീറുൽ മുഅ്മിനീൻ കൽപ്പിച്ചത്? അതേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്ന് ഇവിടൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു, അല്ലാ യുസാബൽ ലബനു ബിൽ മാ, പാല് വെള്ളം കലർത്തിയിട്ട് വിൽപ്പന നടത്തരുത്. കുടിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ കുടിച്ചോളി. സ്വന്തം വീട്ടിലെ പാല് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് വെള്ളം കലർത്തി കുടിച്ചോളി, കുഴപ്പമൊന്നുമില്ല. വെള്ളം കലർത്തിയിട്ട് അത് പിന്നെ ചായയിലും മറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് നീട്ടിക്കോളും. അല്ലെങ്കിൽ മോരും തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഇവിടെ മോരും തൈരും മനസ്സിലാവില്ലേ? മോരും തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചുകൂടി അത് ലൂസ് ആയിക്കോളി, കുഴപ്പമൊന്നുമില്ല. വിൽപ്പന നടത്തുന്നത് പാലാകണം. അല്ലെങ്കിൽ പിന്നെ വാങ്ങാൻ വരുന്ന ആളോട് പറയണം പാൽവെള്ളമാണ് എന്ന് പറയണം. എന്നാ പിന്നെ സത്യമായി. അപ്പൊ അതിനനുസരിച്ചുള്ള ആൾക്കാരെ വാങ്ങുള്ളൂ. മറ്റേ വെള്ളത്തിനൊരു വില കാണാതെ പാലിന് മാത്രം വില എന്ന് പറയുമ്പോൾ ഒരു കേടല്ലേ? വെള്ളത്തിന് എന്തൊരു മൂല്യമുണ്ട്. നമ്മൾ വെള്ളത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ പാലിന്റെ മൂല്യം മാത്രം മനസ്സിലാക്കിയാൽ വെള്ളത്തിനോട് കുറവാക്കി പാലിനും കൊണ്ട് ഉഷാറാക്കി. വെള്ളല്ലേ ഏറ്റവും വലുത്. ആ വെള്ളം കുടിച്ചിട്ടല്ലേ ഈ പാലും കൂടി കിട്ടുന്നത്. അതുകൊണ്ട് ഒരൊറ്റ കുട്ടിയും പാലില് വെള്ളം കലർത്തരുതെന്ന് മദീന മൊത്തം അനൗൺസ്മെന്റ് ചെയ്തു, ഒരാളെ ഏൽപ്പിച്ചിട്ട്. എന്നാണ് മോളുമ്മാനോട് പറഞ്ഞത്, അതുകൊണ്ട് പറ്റൂല. അപ്പൊ മകളോട് ഉമ്മ പറഞ്ഞു, മോളെ നീ കുറച്ച് വെള്ളം കൊണ്ട് ചേർത്തേക്ക്. ഇപ്പൊ ഉമർ റളിയല്ലാഹുവിനൊന്നും കാണാത്ത സമയമില്ല, രാത്രി പാതിരാത്രി ആയില്ലേ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചേൽപ്പിക്കാൻ പറഞ്ഞ ആളും ഇപ്പൊ കാണൂല, ഉമർ റളിയല്ലാഹുവിനും കാണൂല, വെള്ളം ചേർത്തേക്ക്. ആ പെൺകുട്ടി പറഞ്ഞു, ഉമ്മാ വല്ലാഹി മാ കുന്തു ലൗതിഉഹു ഫിൽ മലഇ വഅസീഹി ഫിൽ ഖലാ. ഒറ്റക്കാകുമ്പോൾ ഉമർ റളിയല്ലാഹുവിനെ ധിക്കരിക്കുകയും ജനങ്ങൾക്കിടയിലാകുമ്പോൾ അനുസരിക്കുകയും ചെയ്യുക, അത് അനുസരണമല്ലല്ലോ. ഒറ്റക്കും നമ്മൾ അനുസരിക്കണം, കൂട്ടത്തിനും നമ്മൾ അനുസരിക്കണം. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കൂല. ഉമർ റളിയല്ലാഹുവിന് ഇത് മുഴുവനും കേൾക്കുന്നുണ്ട്. അസ്ലം എന്ന് പറയുന്ന കൂടെ വന്ന ആളോട് പറഞ്ഞു, ആ വാതിലിന് ഒരടയാളം വെക്കണം, എന്നിട്ട് അത് സ്ഥലം തിരിച്ചറിയുന്ന രൂപത്തിൽ അടയാളം വെക്കണം. പിന്നീട് രാത്രി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അസ്ലം എന്ന് പറയുന്ന ആളെ പിറ്റേന്ന് വിളിച്ചു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ലമേ നീ ആ വീട്ടിലേക്കൊന്ന് പോയി നോക്കണം. അത് പറഞ്ഞതാരാണ്? മറുപടി പറഞ്ഞതാരാണ്? അവർക്ക് ആരൊക്കെയുണ്ട്? ഒന്ന് കണക്കെടുത്ത് വരണം. അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അങ്ങോട്ട് പോയി നോക്കുമ്പോ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി വിവാഹിതയല്ല, വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണ്. ഭർത്താവില്ല, ഉമ്മയുമുണ്ട്. ഉമ്മാക്കാണെങ്കിലും ഭർത്താവില്ല. ഒരു ഉമ്മയും മകളും മാത്രമാണ് ആ വീട്ടിലുള്ളത്. സംസാരിക്കാറില്ല. പറഞ്ഞു, കാരണം ഉമ്മയും മാത്രമാണ് അവിടെയുള്ളത്. മരണപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേര് മാത്രമാണ് ആ വീട്ടിലുള്ളത്. മക്കളെ എല്ലാവരെയും വിളിച്ചുമുള്ള മക്കളെ സംശയം ചോദിച്ചാലും ഒരു വിവാഹം ഒരു പണ്ഡിതനായ ശിഷ്യഭാര്യയെ അന്വേഷിക്കുന്നുണ്ടോ? കൊടുത്തിട്ട് ഓരോ കുട്ടികളും പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഓരോ ഭാര്യമാരുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു
പറഞ്ഞു എനിക്കൊരു ഭാര്യയുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്കൊരു ഭാര്യയുണ്ട്, അതുകൊണ്ട് വേണ്ട. പക്ഷേ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉപ്പാ എനിക്ക് ഭാര്യയില്ലല്ലോ, എനിക്കാകട്ടെ ആ ഇണയെ ഉമർ റളിയല്ലാഹു അൻഹു ആസിം റളിയല്ലാഹു അൻഹു മംഗല്യം ചേർത്ത് കൊടുത്തു. നല്ല നിലക്ക് ജീവിച്ച, പാതിരാത്രിയിലും അല്ലാഹു തആലാനെ കുറിച്ച് ചിന്തിച്ച് ഹറാമിന്റെ രൂപഭാവം പോലും ജീവിതത്തിൽ സ്വീകരിക്കാത്ത സ്വാലിഹത്തായ പെൺകുട്ടിയെ, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണവും മറ്റുള്ളവർക്ക് കൊടുത്തു നേടുന്ന ഹലാൽ റിസ്കും ഹലാലാകണമെന്ന ധാർഷ്ട്യത്തോടെ ജീവിച്ച ആ പെൺകുട്ടിയെ ആസിം റളിയല്ലാഹു അൻഹുവിന് ഇണയാക്കി കൊടുത്തു. ആ ആസിം റളിയല്ലാഹു അൻഹുവിന് ഒരു പെൺകുട്ടി ജനിച്ചു. ആ പെൺകുട്ടിയുടെ മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 2 വർഷവും ചില്ലറ മാസവും ഭരിച്ച് നീതി കൊണ്ട് വലിയ സന്തോഷം വരുത്തിയ മഹാനാണ്. അതേ, നല്ല രൂപത്തിൽ മാതാക്കളും പിതാക്കളും നല്ല ഭക്ഷണം കഴിച്ച് ഹലാല് മാത്രം തിരഞ്ഞെടുത്ത് ജീവിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഭൂമി ലോകത്തേക്ക് നൽകുന്ന സന്താനങ്ങളും നല്ലവര് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നല്ലത് കഴിച്ച് അല്ലാഹുവിലേക്ക് ഇബാദത്തിലും ഇഖ്ലാസിലും ഒക്കെ കൂടുതൽ പുരോഗതിപ്പെടുത്തുന്ന ജീവിതങ്ങളാക്കി മാറ്റണം. റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറ്റി തരട്ടെ.